ബാല, എന്റെ സുരേന്ദ്ര, ഈ പറഞ്ഞ അഥർവവേദത്തിലെ വാചകം എന്താ പഠിപ്പിച്ചേ? ലോകത്തിനൊരൊറ്റ ദൈവമേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ദൈവങ്ങളില്ല, ഒന്നിൽ കൂടുതൽ ദൈവങ്ങളില്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയപ്പെടാറുണ്ട്, ഋഗ്വേദം 1-ാം മണ്ഡലത്തിലെ വാചകം ഏകം സത് ബഹുദാ വിപ്രാ വദന്തി, ഏകം സത് ബഹുദാ വിപ്രാ വദന്തി എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, ഓം സദേ സമസ്തേ സർവലോകാശ്രയായ, സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയിക്കപ്പെടാൻ അർഹനായി ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥൻ അഥവാ 714 കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ദൈവം ഏകൻ. ഇനി കേട്ടോളൂ, അഥർവവേദത്തിലെ അടുത്ത വാചകം കേട്ടോളൂ. അഥർവവേദത്തിലെ 13-ാം അധ്യായം 5-ാമത്തെ പർവം 14 മുതൽ 21 കൂടിയ വചനങ്ങൾ നിങ്ങളൊന്ന് വായിച്ചോളൂ. ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. നിങ്ങൾ നോക്ക്, ഈ ദൈവത്തെ ഏകനായി അറിയുന്നവൻ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. യഥാർത്ഥ സത്യം മനസ്സിലാക്കിയത് ആരാ? ദൈവം ഏകനാണ് എന്നറിയുന്നവനാണ്. ശമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. ഹീബ്രു ഭാഷയിലാണ് ശമ്മ ഇസ്രായേല, അല്ലയോ ഇസ്രായേലുകളെ, അല്ലയോ ഇസ്രായേൽ സമൂഹമേ, അഡോണ എലോഹിൻ അഡോണ യഹ്. ദൈവം ഏകനാണ്, നിങ്ങളുടെ സമുദായം ഏകമാണ്, നിങ്ങൾ വ്യത്യസ്തരില്ല. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും, ലോകമാണ് തറവാട്. വസുദൈവ കുടുംബകം, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്, ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് ഇവിടെയുള്ള എല്ലാവരും. മഹാത്മാഗാന്ധി ആരാ? ആദമിന്റെ മക്കളിൽപ്പെട്ടവനെയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരാ? ആദമിന്റെ മക്കളിൽപ്പെട്ടവരാണ്. ഗുരുജി ഗോൾവാൾക്കർ ആരാ? ആദമിന്റെ മക്കളിൽപ്പെട്ടവനെയാണ്. നെതന്യാഹു ആരാ? ആദമിന്റെ മക്കളിൽപ്പെട്ടവനാണ്. അതേ ജോർജ് ഡബ്ല്യു ബുഷ് ആരാ? ആദം സന്തതികളിൽപ്പെട്ടത് തന്നെയാണ്. അഥവാ ഒരു ദൈവത്തിന്റെ അടിമകളിൽപ്പെട്ടവരാണ് അവരെല്ലാം. ഇനി കേട്ടോളൂ, ഈ ദൈവത്തെ ഏകനായി അറിയുന്നവർ സത്യം മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ 2 3 4 5 6 7 8 9 10 എന്ന് വിളിക്കപ്പെടുന്നില്ല. ശ്വസിക്കുന്നതും ശ്വസിക്കാത്തതും ആയിട്ടുള്ള സകലതിനെയും അവൻ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത ശക്തി ഉൾക്കൊള്ളുന്ന അവൻ ഏകനാണ്, ഏകൻ മാത്രമാണ്. എല്ലാവിധ ദൈവിക ശക്തികളും അവനിൽ കേന്ദ്രീകരിച്ച് ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് അഥർവവേദം 13-ാം അധ്യായം 5-ാമത്തെ പർവം 14 മുതൽ 21 വരെ. അടുത്ത വാചകം കേട്ടോളൂ. കൃഷ്ണയജുർവേദം, കൃഷ്ണയജുർവേദത്തിലെ 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാചകം. കൃഷ്ണയജുർവേദത്തിലെ 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള സൂക്തത്തിൽ പറയുന്ന കാര്യമോ? ചതുപ്പ് നിലങ്ങളുടെയും നടവഴികളുടെയും നാടിന്റെയും കാടിന്റെയും കുന്നിന്റെയും കുഴികളുടെയും ആലകങ്ങളുടെയും ആലയങ്ങളുടെയും ഗുഹകളുടെയും ജലാശയങ്ങളുടെയും നിലാവിന്റെയും ശബ്ദങ്ങളുടെയും ധൂളികളുടെയും ചെടികളുടെയും ചുള്ളിക്കമ്പുകളുടെയും മരത്തിലെ പച്ചിലകളുടെയും മണ്ണിൽ വീണ പഴുത്ത ഇലകളുടെയും പുളഞ്ഞൊഴുകുന്ന നദികളുടെയും നാഥ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു എന്ന് കൃഷ്ണയജുർവേദം 4-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനത്തിൽ പറയുന്നു. ഈ ദൈവത്തെ ആരാധിക്കാനാണ് ഇവിടുത്തെ മനുഷ്യരോട് പറഞ്ഞത്. ഹൈന്ദവർ അവിടെ എത്തിയോ? അവിടെ എത്തിയോ? ഇപ്പൊ ഇസ്ലാമിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നേരത്തെ യജുർവേദത്ത് പറഞ്ഞ അഥർവവേദത്ത് പറഞ്ഞ അതേ വാക്ക് ഫഅലം, നീ അറിയലാണ്, നീ അറിയലാണ് ആരാധനക്കർഹനായി ദൈവമല്ലാതെ മറ്റൊരാളില്ല എന്നതാണ് ഏറ്റവും വലിയ അറിവ്. ഏറ്റവും വലിയ അറിവ് എഞ്ചിനീയറായ ഡോക്ടറാവുക സയൻസ് ആവുക എന്നുള്ളതല്ല. A² AB + B² എന്ന് മാത്തമാറ്റിക്സിന് തിയറി പഠിക്കല്ല. ഞാൻ ജീവിക്കുന്ന ഈ ലോകം, ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഗാലക്സികൾ, സൗരയൂഥങ്ങൾ, കട്ടാറുകൾ, ഇതിനെയൊക്കെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് എന്ന തിരിച്ചറിയൽ ലോകത്ത് അത്ഭുതകരമല്ലേ? അതല്ലേ ശരിക്കുള്ള വിജ്ഞാനം. ഒരാൾക്ക് അമ്മയെ തിരിച്ചറിയുന്നില്ല, അമ്മയെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവന്റെ ഗതികേട് എന്താണ്? സ്വന്തം അമ്മയെ തിരിച്ചറിയാത്തവൻ. അതുപോലെ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തിരിച്ചറിയാത്തവർ. അത് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സതാധാര പൃഥിവിയും ദ്യാമുദേവായ കശ്മൈചേവായ ഹവിശാവിദേമാം. ഋഗ്വേദത്തിന് 10 മണ്ഡലങ്ങളാ ഉള്ളത്. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഇറക്കിൽ പറയാണ്, ഈ ലോകത്ത് ഹിരണ്യഗർഭനെ ഉണ്ടായിരുന്നുള്ളൂ. അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. സ്വർഗത്തെയും ഭൂമിയെയും
അതത് സ്ഥാനത്ത് നിയമിച്ചു, അതത് സ്ഥാനത്ത് സ്ഥാപിച്ചു. സകല സൃഷ്ടികളെയും അവനാണ് സംവിധാനിച്ചത്. അവൻ എന്നെന്നും നിലനിൽക്കുന്നവനാണ്. അവൻ എല്ലാറ്റിന്റെയും അതീശാധികാരിയാണ്. അവനെ നീ ആരാധിക്കുക എന്ന് ഋഗ്വേദം പറയുന്നു. ആ ദൈവം ശ്രീരാമനല്ല, ആ ദൈവം ശ്രീകൃഷ്ണനല്ല, ആ ദൈവം മാതാമൃതാനന്ദമയ്യല്ല, ആ ദൈവം രവിശങ്കറല്ല, ആ ദൈവം മരിച്ചുപോയ സായിബാബയല്ല, ആ ദൈവം ദേവി ദേവനല്ല. ആ ദൈവം സാക്ഷാൽ ആകാശഭൂമികളുടെ നാഥനാണ്. അതാണ് പോയിന്റ്. ഖുർആനിൽ ഉടനീളങ്ങൾ പരിശോധിച്ചോ, ആകാശം സൃഷ്ടിച്ചവൻ ദൈവം, ഭൂമി സൃഷ്ടിച്ചവൻ ദൈവം. മുഹമ്മദ് നബി ആകാശം സൃഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് മുഹമ്മദ് നബി ദൈവമല്ല. മുഹമ്മദ് നബി ഒരു കൊതുകിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ലം യഖ്ലുഖു ദുബാബ. വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം 73-ാമത്തെ വചനം. ഒരു ഈച്ചയെ പോലും നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യന്മാർ, ഇതാ ഈ വട്ടത്തിൽ പാറി നടക്കുന്ന കൊച്ചു കൊച്ചു പ്രാണികൾ, അവയുടെ ഏറ്റവും ദുർബലമായ കാലുകൾ അതുപോലും എനിക്കും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരമ്മക്കും ഒരു ദേവിക്കും ബീവിക്കും ഔലിയാക്കൾക്കും തങ്ങന്മാർക്കും ആർക്കും അതിനെ സൃഷ്ടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ മടങ്ങിപ്പോകേണ്ടത് ലോകത്തിന്റെ സൃഷ്ടാവിലേക്കാണ്. ഒറ്റ ദൈവം, ഒരൊറ്റ ജനത, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരു മുഴക്കിയതാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ലോകത്തോട് പറഞ്ഞതാണ്, ലോകവേദങ്ങൾ പറഞ്ഞതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതീയതയല്ല, ചാതുർവർണ്ണ്യം മായാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന് ഭഗവത്ഗീതയിൽ പിൽക്കാലത്തുണ്ടായതാ. ചാതുർവർണ്ണ്യമില്ല, ജാതി വ്യവസ്ഥയില്ല, മനുഷ്യരൊക്കെ ഒന്നാണ്. ആരിവിടെ ശൂദ്രനല്ല, ആരിവിടെ ബ്രാഹ്മണനല്ല, മനുഷ്യരാണ്. കറുത്താലും വെളുത്താലും മനുഷ്യരാണ്. ആത്മാവുള്ളവരാണ്, മോഹങ്ങളുള്ളവരാണ്, ചിന്തകളുള്ളവരാണ്, അംഗീകരിക്കേണ്ടവരാണ് എന്ന പൊതുതത്വത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരിക. അതാണ് മതത്തിന്റെ കാതലായ വശം. ഇസ്ലാം ഖുർആനിൽ 21 സ്ഥലത്ത്, അത്ഭുതല്ലേ നിങ്ങളൊന്ന് ഖുർആൻ. ഞാനിവിടെ പറയുന്ന 2 കാര്യമാണ്. ഞാൻ എൻ്റെ ഒരുപാട് ക്ഷേത്രങ്ങളിലെ പ്രസംഗങ്ങൾ, അതിന്റെ കേസറ്റുകൾ നമ്മുടെ അമുസ്ലിം സഹോദരങ്ങളുടെ കൈകളിലുണ്ട്. എല്ലാരും എന്നെ നിരന്തരം വിളിക്കും. അവിടെയൊക്കെ നമുക്ക് ജനങ്ങളോട് പറയാനുള്ള എന്താ, നിങ്ങളൊന്ന് ഖുർആൻ വായിച്ചു നോക്കൂ, ഖുർആൻ ഒന്ന് പഠിച്ചു നോക്കൂ. ഖുർആനിൽ എവിടെയെങ്കിലും മനുഷ്യത്വത്തിനെതിരായി ഒരൊറ്റ വാചകവും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞാൻ സത്യസന്ധമായി പറയുന്നു, ഖുർആൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പല ഉരു വായിച്ച ഏതൊരു മുസ്ലിമിനും അമുസ്ലിമിനെ കൊല്ലാൻ കഴിയില്ല, അമുസ്ലിമിനെ നശിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാ നിങ്ങളൊക്കെ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഖുർആനിന് എങ്ങനെ, ഉദാഹരണം, ഒരു വീട്ടിലെ ബാപ്പാന്റെ മക്കള് തമ്മിൽ തെറ്റി അകന്നു, 10 സെന്റ് അവിടെ 10 സെന്റ് ഇവിടെ, അങ്ങനെ ഒരു മധ്യസ്ഥം വന്നിട്ട് ചോദിച്ചു, ഈ ബാപ്പാന്റെ മക്കളല്ലേ നിങ്ങൾ, ഈ ഉമ്മാന്റെ പള്ളേന്ന് വന്നവരല്ലേ നിങ്ങൾ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞവരെ ഉപദേശിച്ച് ഒന്നാക്കിയാൽ അത് കുഴപ്പത്തിന്റെ പ്രസംഗമല്ല. ഞാൻ ഈ നടത്തുന്ന പ്രസംഗം ഇതുപോലെയാണ്. ഇവിടുത്തെ എല്ലാരും ഭിന്നിച്ചു പോയി. അതിന്റെ കാരണം എന്താ? കാനന്നാസു ഉമ്മത്തം വാഹിദ. മനുഷ്യ സമുദായം ഒരു ഏക സമുദായമായിരുന്നു. പിന്നെ പല കാരണം കൊണ്ട് അവർ ഭിന്നിച്ചു. അവരെ തിരിച്ചു വിളിക്കുകയാണ് ഖുർആൻ, തിരിച്ചു വിളിക്കുകയാണ് ഐക്യത്തിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 213-ാമത്തെ വാചകം. ഖുർആനിൽ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. 714 കോടി മനുഷ്യരെയും ഒന്നിച്ചു വിളിക്കുക. ഇപ്പൊ ഒരു അമ്മ സ്നേഹത്തോടെ വിളിക്കുകയാണ്, എന്റെ പൊന്നുമോനെ സുബ്രഹ്മണ്യ. അപ്പൊ ബാക്കിയുള്ള 4 കുട്ടികൾ വിചാരിക്കും, എന്താ എന്റെ പൊന്നുമോൻ സുബ്രഹ്മണ്യൻ, ഞങ്ങൾ എന്താ പൊന്നുമക്കളല്ലേ? നേരെ മറിച്ച് അമ്മ ഇങ്ങനെ വിളിക്കുന്നു, എന്റെ പൊന്നുമക്കളേ, എന്റെ പൊന്നുമക്കളേ. അതൊരു സ്നേഹമാണ്. അള്ളാഹു വിളിച്ചതോ അല്ലയോ മനുഷ്യരെ, അല്ലയോ ബ്രാഹ്മണരെ എന്നല്ല, അല്ലയോ ക്ഷത്രിയരെ എന്നല്ല, അല്ലയോ പാശ്ചാത്യരെ, അല്ലയോ പൗരസ്ഥരെ എന്നല്ല, അല്ലയോ മനുഷ്യരെ. ഉണ്ടോ? അല്ലയോ മനുഷ്യരെ എന്ന വിളി. ആ മനുഷ്യരെ എന്ന് ഖുർആൻ എത്ര സ്ഥലത്ത് വിളിച്ചു? ഖുർആന്റെ 2-ാം അധ്യായം 21-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 168-ാമത്തെ വചനം, ഖുർആന്റെ 2-ാം അധ്യായം 213-ാമത്തെ വചനം, ഖുർആന്റെ 4-ാം അധ്യായം 1-ാമത്തെ വചനം, ഖുർആനിന്റെ 22-ാം അധ്യായം, ഖുർആന്റെ 7-ാം അധ്യായം 158-ാമത്തെ വചനം, ഖുർആനിന്റെ 22-ാം അധ്യായം 1-ാമത്തെ വചനം, 22-ാം അധ്യായം 3-ാമത്തെ വചനം, 22-ാം അധ്യായം 5-ാമത്തെ വചനം, 22-ാം അധ്യായം 9-ാമത്തെ വചനം, 22-ാം അധ്യായം 11-ാമത്തെ വചനം, 22-ാം അധ്യായം 73-ാമത്തെ വചനം, 80-ാം അധ്യായം 82-ാം അധ്യായം 6-ാമത്തെ വചനം, 84-ാമത്തെ അധ്യായം 5-6 വചനങ്ങൾ, 85-ാം അധ്യായം 5-6-7 വചനങ്ങൾ. അവിടെയൊക്കെ വിളിച്ചതെന്താ? 10-ാം അധ്യായം 50-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്. എല്ലാരും അതിൽ വന്നു. അവിടെ മാറ്റി നിർത്തലുകളില്ല. RSS, BJP, ബജ്രംഗ് ദൾ, ശിവസേന, NDF, ലീഗ്, കോൺഗ്രസ് ഒന്നില്ല. മനുഷ്യരെ
എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നോക്ക്, തമ്മിൽ തല്ലല്ലേ, കഴുത്തറക്കല്ലേ, നിങ്ങളുടെ ദൈവമേകന, അവന്റെതാ സൂര്യൻ, അവന്റെതാ വായു, അവന്റെതാ വെള്ളം, അവനാ നിങ്ങൾക്കിത് നൽകിയത്, അവനെ ആരാധിക്കൂ. ചതുപ്പ് നിലങ്ങളുടെ നാഥൻ അവനാ. സങ്കീർത്തന പുസ്തകം 148 അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനോ. അതിലെന്താ? ആകാശത്തിലെ പറവകളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആഴിയിലെ മത്സ്യാദികളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, ഭൂമിയിലെ ഉരകവർഗമേ നിങ്ങൾ അവനെ സ്തുതിക്കുക, ആകാശത്തിലെ ജലരാശിയെ നിങ്ങൾ അവനെ സ്തുതിക്കുക, സൂര്യചന്ദ്രന്മാരെ നിങ്ങൾ അവനെ സ്തുതിക്കുക, പർവ്വതങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക, വാനങ്ങളെ നിങ്ങൾ അവനെ സ്തുതിക്കുക. അങ്ങനെ അവനല്ലയോ നിങ്ങളുടെ സിട്ടാവ്, അവനല്ലയോ നിങ്ങളുടെ നാഥൻ. അല്ലേ? ഭഗവത്ഗീത 9 അധ്യായം രാജഗുഹയോഗം, അതിൽ പറയുന്നത് എന്താ? അവ്യക്തം വ്യക്തിമാപന്യം മാന്യന്തേ മാമബുദ്ധയ പരംഭാവമജാനന്ദോ മാമാവേയ മനുച്ചമം. വളരെ കൃത്യമാണ്. ദൈവം കൊടയും വടിയും ചൂടി വരില്ല, ദൈവം വ്യക്തികളായി വരില്ല. ദൈവം സർവശക്തനാണ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണ്. അവൻ മനുഷ്യനിടയിൽ ഇറങ്ങി നടക്കുന്നില്ല. അവനെ ആരാധിക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യവുമില്ല എന്ന് വേദഗ്രന്ഥം മാനവരാശിയെ ശക്തമായി പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ മുഴുവനും വിളിച്ച് സംസാരിക്കുന്നു. എല്ലാ കാര്യവും മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. അതിൽ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനമായ ചില പോയിന്റുകൾ വളരെ നിർബന്ധമായി പറയേണ്ടതുണ്ട്. എന്താണ്? ഇവിടെ നിങ്ങൾ നോക്ക്, ഒന്ന് ഖുർആനിലെ 49 അധ്യായം 13 വചനം. അതിൽ പറയുന്നത്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. ബാല, സുരേന്ദ്ര, ദേവ, ജോർജ്, ഒരു ഡൈനിങ് ടേബിളിൽ ഒന്നിരിക്കെ അല്ല പറയാൻ. ഇന്നലെ പറയാൻ എന്ത്? യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും നിങ്ങൾ ഉണ്ടായത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ ഉണ്ടായത്. നിങ്ങളെ വർഗങ്ങളും ഗോത്രങ്ങളുമായി തിരിച്ചത് ലിതഅറഫു, പരസ്പരം തിരിച്ചറിയാനാ. നിങ്ങൾ തിരിച്ചറിയാനാ. ദൈവത്തിങ്കൽ നിങ്ങളിൽ ആദരണീയനാരാ? ദൈവത്തിന്റെ കൽപ്പന സ്വീകരിക്കുന്നവരാണ്. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഹജ്ജ് കഴിഞ്ഞു. ഹജ്ജിലെ മാനസിക വിളംബരം എന്താ? മാനവൈക്യ വിളംബരം എന്താ? 25 ലക്ഷം ആളുകൾ ഒരേ വേഷത്തിൽ, വിധാനത്തിൽ അവിടെ അണിനിരക്കുകയാണ്. അല്ലേ? ആ പരിശുദ്ധ കഅബയിൽ അവിടെ ജാതിയില്ല, വിഭാഗീയതയില്ല, ഒന്നുമില്ല, വെറുപ്പില്ല. എല്ലാരും ഒരു വെള്ള തുണി ഷോൾഡറിൽ അതിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ വരികയാണ് അവർ. അവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അബ്രഹാം പ്രവാചകൻ, അദ്ദേഹം ഒരു അടിമയെ, ഹാജറ എന്ന ഒരു അടിമയെ, കറുത്ത സ്ത്രീയെ, എല്ലാരും ഓർക്കണം, കറുകറുത്ത അടിമയായ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പെണ്ണിനെ, ഒരു അടിമ സ്ത്രീയെ, ഒരു വേലക്കാരിയെ അദ്ദേഹം കല്യാണം കഴിക്കാൻ. ഓർക്കണം, അദ്ദേഹം കല്യാണം കഴിക്കാൻ. ആ അടിമ സ്ത്രീയിലാണ് ഇസ്മായിൽ എന്ന പ്രവാചകൻ ഉണ്ടാകുന്നത്. ഇസ്ലാം അതാ പഠിപ്പിച്ചത്. വളരെ കൃത്യമാണത്. ആ ഹാജറ ബീവി സഫായിലും മർവായിലും ഓടി, സഫാ കുന്നിന്റെയും മർവാ കുന്നിന്റെയും ഇടയിൽ ഓടി. കറുത്ത അടിമയായ ഹാജറ ബീവി ഓടിയെടുത്ത് വെളുത്ത സുന്ദരനായ ഏത് കോടീശ്വരനും ഓടണം ആ സഫായിലും മർവായിലും എന്ന് ഇസ്ലാം നിയമം വെച്ചു. നേരെ മറിച്ച് കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? തുപ്പൽ പാത്രം കഴുത്തിൽ കെട്ടി തൂക്കിയ ഒരു ജനത. ഭൂമി തുപ്പാൻ അവകാശം ഉണ്ടായിരുന്നില്ല, ചോദരന് തുപ്പാൻ അവകാശം ഉണ്ടായിരുന്നില്ല, പറയ പോലെ വർഗക്കാരന് തുപ്പാൻ അവകാശം ഉണ്ടായിരുന്നില്ല. ഈ മണ്ണില് തുപ്പാൻ വേണ്ടി തുപ്പൽ പാത്രം കഴുത്ത് കെട്ടി തൂക്കുക. തീർന്നില്ല, ഒരു സ്റ്റെപ്പ് നടന്നാൽ അപ്പുറത്തേക്ക് മാറി നിന്ന് ആ 4 സ്റ്റെപ്പ് ചൂലുകൊണ്ടടിച്ചു വാരാതെ അവനവിടെ നിന്ന് നടന്നു പോകാൻ കഴിയില്ല. അരയിൽ ചൂല് കെട്ടിയ ഒരു ജനത. ഇത് ഇന്ത്യയുടെ അവസ്ഥയായിരുന്നു. കഥയല്ല, കവിതയല്ല, യാഥാർത്ഥ്യമായിരുന്നു. ഏത്? ഒരു കാല് വെച്ചാൽ അത് അടിച്ചു വൃത്തിയാക്കുക. കാരണം ബ്രാഹ്മണൻ ഇതുവഴി പോകണമെങ്കിൽ ശൂദ്രന്റെ കാല് പതിഞ്ഞടത്ത് പാടില്ല എന്ന ഉച്ചനീചത്വം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പടച്ചോന്റെ മതത്തിന്റെ പ്രത്യേകത. സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച സാക്ഷാൽ പ്രപഞ്ചനാഥം പറയണെന്ത്? ഹാജറ ബീവി എന്ന കറുത്ത അടിമ പെണ്ണ്, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള പെണ്ണ്, അവള് സഫായിലും മർവായിലും ഓടി. അത് ഹജ്ജിന്റെ ഭാഗം ഇസ്ലാമില്. അവിടെ മുസ്ലിമീങ്ങൾ നടക്കണം. ഹാജറ എന്ന കറുത്ത പെണ്ണ് ഓടിയതാ, എന്റെ കാലവിടെ പതിക്കൂല എന്ന് പറഞ്ഞ അവൻ ഇസ്ലാം എന്ന് പുറത്താ. അതാണ് ഇസ്ലാം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരു കഥ പറഞ്ഞുതരാം.
ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പറയല്ല. മഹാത്മാഗാന്ധി പോലും ജാതി വ്യവസ്ഥയിൽ ഞെരിഞ്ഞമർന്നിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി പോലും ജാതീയതയിൽ ഞെരിഞ്ഞമർന്നിരുന്നു. എന്ത് തന്നെയാണ് ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കൂ. മഹാത്മാഗാന്ധി ചിന്താതിപ്പെട്ടിൽ വരികയാണ്, മദ്രാസിൽ. ഗുരു നിത്യ ചൈതന്യ യതി മനഃശാസ്ത്രം ജീവിതത്തിൽ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കാൻ. ഞാൻ ബടായി പറയല്ല. യുവാക്കളെ, ഏത് മതത്തിൽപ്പെട്ട യുവാക്കളോട് നിങ്ങൾ പഠിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാലഘട്ടത്തിലെ അവസ്ഥയും യഥാർത്ഥ മതത്തിന്റെ പ്രത്യേകതകൾ പഠിക്കണം. അങ്ങനെ ഗുരു നിത്യചൈതന്യ യതിയോട് പറഞ്ഞ സംഭവമാണ്. നടരാജഗുരു പറയാണ്, മഹാത്മാഗാന്ധി മദ്രാസിൽ വരുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോ ആദി ദ്രാവിഡന്മാർ അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു റോസാ പുഷ്പത്തിന്റെ ഹാരം മഹാത്മാഗാന്ധിയുടെ കഴുത്തിൽ അണിയിക്കണം. അത് നിങ്ങൾ മഹാത്മാഗാന്ധിയോട് പറയണം, അതിന് ഞങ്ങൾക്ക് അവസരം തരാൻ പറയണം എന്ന്. അപ്പോ നടരാജഗുരു മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ആദി ദ്രാവിഡന്മാർ എന്ന് പറഞ്ഞാൽ പറയന്മാർ, അപ്പൊ അവർക്ക് അങ്ങയുടെ കഴുത്തിൽ റോസാ പുഷ്പത്തിന്റെ ഹാരമണിയാൻ താല്പര്യമുണ്ട്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയോ? മഹാത്മാഗാന്ധി പറഞ്ഞത്, ചത്ത പശുവിനെ തിന്ന പറയൻ തൊട്ട അവന്റെ കൈ, ആ കൈ കൊണ്ട് തൊട്ട മാല എന്റെ കഴുത്തിലണിയരുത് എന്ന് മഹാത്മാഗാന്ധി വാശി പിടിച്ചു എന്നാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ജാതീയത ഒരു പാപമാണ് എന്ന് ഞാൻ പറയുന്നില്ല. ജാതീയത മിശ്ര വിവാഹത്തെയും മിശ്ര ഭോജനത്തെയും ഇല്ലായ്മ ചെയ്യുന്നു. ഇതാണ് എന്റെ അഭിപ്രായം എന്നിരിക്കെ ജാതി വ്യവസ്ഥ ഇല്ലാതാകാൻ ശബ്ദിക്കുന്നവർക്കെതിരാകുന്നു ഞാൻ എന്ന് മഹാത്മാഗാന്ധി പറയുന്നു. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയി. സ്വാമി വിവേകാനന്ദൻ പറയാണ്, ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംസ്കാരം ജാതി വ്യവസ്ഥയാകുന്നു. ഏത് ജാതി വ്യവസ്ഥ? ആലോചിക്കണം നമ്മള്. ഏത് ജാതി വ്യവസ്ഥ? ശ്രീരാമനിൽ പോലും ജാതി വ്യവസ്ഥ ആരോപിക്കുന്നുണ്ട് രാമായണം. കാരണം അത് സവർണ മേധാവിത്വമായിരുന്നു. ശംഭുകവധം അതാണ്. ഉത്തര രാമായണം 3-ാം അധ്യായത്തിലെ ശംഭുകവധം എന്താ? ഇത് തന്നെയല്ലേ? കാരണം ഏതോ ഒരു ബ്രാഹ്മണ കുട്ടി അകാല മരണം പ്രാപിച്ചു. രാമന്റെ അടുത്ത് ബ്രാഹ്മണൻ കൊണ്ടുവന്നു, എന്റെ മകൻ അകാല മരണം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ശ്രീരാമൻ ചോദിക്കാൻ എന്താ കാരണം? അപ്പൊ ശ്രീരാമൻ അറിയില്ല എന്താ കാരണം. അപ്പൊ അവർ പറഞ്ഞു, ഒരു ശൂദ്രനായ ശംഭുകൻ ലോകത്തിന്റെ ഏതോ കോണിൽ എന്ത് ചെയ്യുന്നുണ്ട്? തപസ്സാചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. പുഷ്പക വിമാനത്തിലേറി ശ്രീരാമൻ ലോകം മുഴുവനും ചുറ്റി നടന്നു. അങ്ങനെ അതാ ഒരു ശംഭുകൻ, ശൂദ്രനായ ശംഭുകൻ തല തായോട്ടാക്കി തപസ് ചെയ്യുന്നു. അവന്റെ തലയെറിഞ്ഞു കളഞ്ഞു ശ്രീരാമൻ. എത്രത്തോളം? രാമായണത്തിൽ വീണ്ടും പറയാൻ, രാമന്റെ അടുത്ത് ഒരു ശൂദ്രൻ യാചിച്ചു വന്നു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, അത്രേ, എന്റെ പണം നിന്നെ പോലെ ഒരുത്തന് തരാനുള്ളതല്ല, അത് ബ്രാഹ്മണ യശസ്സുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്, ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കുള്ളതാണ്. എന്റെ പണം ബ്രാഹ്മണന്മാർക്ക് കൊടുത്താലേ എനിക്ക് ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവുന്ന ശ്രീരാമൻ പറഞ്ഞതായി പോലും രാമായണത്തിൽ കൊടുത്തത് ഈ പറഞ്ഞ സവർണ മേധാവിത്വമാണ്, ഈ ജാതീയതയാണ്. മനസ്സിലാക്കണം. ഈ ജാതീയത ലോകത്തിൽ നിന്നിരുന്നു. അവിടെയാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. നോക്ക്, പ്രവാചകൻ പറയണ യാചന തിന്മയാണ്. പക്ഷെ ഒരു രാജാവാണ് ഒട്ടകപ്പുറത്ത് രാജകീയ വേഷം ധരിച്ച് യാചിക്കാൻ വന്നാൽ പോലും അവനെ പരിഗണിക്കണം. യാചിച്ചു വരുന്ന ചോദിച്ചു വരുന്നവനെ വേദനിപ്പിച്ച് മടക്കി അയക്കരുത്. ഇതാണ് ദൈവികം. മറ്റേതോ മനുഷ്യനിർമ്മിതമാണ്. അതായത് സ്വാർത്ഥതവരികളായ മനുഷ്യരുണ്ടാക്കിയ പ്രത്യയശാസ്ത്രത്തിന് തകരാറുണ്ട്. അല്ലാതെ അത് മതത്തിന്റെയും ദൈവത്തിന്റെയും ദോഷമല്ല. മനുഷ്യന്റെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ ഒരു തത്വം അവതരിപ്പിക്കുമ്പോ അതിൽ ഇതുണ്ടാവും. സവർണ മേധാവിത്വ ഒരു തത്വം അവതരിപ്പിച്ച അതുണ്ടാവും. അതുകൊണ്ടാണല്ലോ തദിഹ രമണീയാം ശരണേ അഭ്യാശേ ഹയദേ രമണീയാം യോനി അപദ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ടാലയോനി എന്ന് ചന്തോക്കുപനിഷത്ത് പറഞ്ഞത്. പന്നിയായും നായയായും ചണ്ടാലനായും ജനിക്കും. ശരിക്ക് ഗീത പോലും അത് അംഗീകരിച്ചിട്ടില്ല. കാരണം ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നത് എന്താ? 2-ാം അധ്യായം 37-ാമത്തെ ശ്ലോകം തന്നെ എന്താ? ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവ ബോക്ഷസ്യ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗത്ത് പോകുന്ന, പന്നിയായി ജനിക്കുന്ന നായയായി ജനിക്കുന്നല്ല. ആ ഒരു തത്വം മാനവികമല്ല. അങ്ങനെ ഒരു പുനർജന്മ സിദ്ധാന്തം വേദം പഠിപ്പിച്ചിട്ടില്ല. വേദത്തെ പഠിപ്പിച്ച് സ്വർഗവും നരകവും ഉണ്ടെന്ന അന്തം തമഹ പ്രവിശന്തിയേ സംഭൂത്യമുപാസതേ തതോ ഭൂയൈവദേ യഹു സംഭൂത്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകമാണ്.
അതിന്റെ അർത്ഥം തന്നെ എന്താ അറിയോ? ദൈവേതര ശക്തികളെ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, ദേവീദേവന്മാർ, ആരെ നിങ്ങൾ ആരാധിച്ചാലും ഘോരാന്ധകാരമായ നരകത്തിലാണ് നിങ്ങൾ എത്തുക എന്നാണ്. ഘോരാന്ധകാരമായ നരകത്തിൽ. നേരെ മറിച്ച് ആരെ ആരാധിക്കേണ്ടത്? ആരെ ആരാധിക്കുക? സൂര്യചന്ദ്രന്മാരെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, പർവ്വതങ്ങളെ സംവിധാനിച്ച, സകല മനുഷ്യരെയും സൃഷ്ടിച്ച, ആകാശത്തെ മേൽക്കൂരയാക്കി ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തന്നു, നിങ്ങൾക്ക് സസ്യങ്ങൾ മുളപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയ സാക്ഷാൽ പടച്ച തമ്പുരാൻ. ഇപ്പൊ നിങ്ങൾ നോക്കേ, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത്. അതിന്റെ അർത്ഥം എന്താ? ദേവകിക്ക് 7 മക്കൾ അതിന് മുമ്പുണ്ടായി. അവർ ഭക്ഷണം കഴിച്ചു, അവർ വായു ശ്വസിച്ചു. അതാര് നൽകി? അന്ന് ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടുണ്ടില്ല. ദശരഥ മഹാരാജാവ് പുത്രകാമേട്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും കഴിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ മുമ്പേ അമ്മയുണ്ട്. അവരെ ആര് സംവിധാനിച്ചു? അവരെ ആര് നിയന്ത്രിച്ചു? യേശുക്രിസ്തു. നിങ്ങൾ നോക്ക്, യേശുക്രിസ്തു മുല കുടിക്കുന്നു. മത്തായിയുടെ സുവിശേഷം. മുല കുടിക്കേണ്ടി വരെ ആരാ? അമ്മയെ ആശ്രയിക്കാതെ ഒരു കുഞ്ഞിന് ജീവിക്കാൻ പറ്റില്ല പറഞ്ഞാൽ ആ കുഞ്ഞ് പിന്നെ എങ്ങനെ ദൈവാകുക? അമ്മയുടെ മുലപ്പാല് കുടിച്ച് വളർന്ന മകന് നാം മുലപ്പാല് വേണ്ടാന്ന് വെച്ചൂടെ? വെക്കാൻ കഴിഞ്ഞില്ല. ബൈബിൾ പറയുന്നു യേശുക്രിസ്തു മുല കുടിച്ചു. യേശുക്രിസ്തുവിന് വിശപ്പ് അനുഭവപ്പെട്ടു എന്ന് മത്തായിയുടെ സുവിശേഷം പറയുന്നു. യോഹന്നാൻ സുവിശേഷം പറയുന്നു. യേശുക്രിസ്തുവിന് ദാഹിച്ചു എന്ന് പറയുന്നു. യോഹന്നാൻ, മാർക്കോസിന്റെ, ലൂക്കോസിന്റെ, മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ക്ഷീണിച്ചവശനാകുന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തുവിനെ കതിക്കുന്നു എന്ന് പറയുന്നു. യേശുക്രിസ്തുവിന് ദാഹമുണ്ടായി എന്ന് പറയുന്നു. യേശുക്രിസ്തു വളരും തോറും അറിവ് വർദ്ധിച്ചു എന്ന് പറയുന്നു. ദൈവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന അടിസ്ഥാനത്തിൽ ദൈവം സർവജ്ഞനാണ്. യേശുക്രിസ്തുവിന് അറിവ് വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തുവിന് 10 വയസ്സുള്ളപ്പോ മനസ്സിലാകത്ത് 11ാമത്തെ വയസ്സിൽ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ബൈബിൾ പറയണ എന്താ അതിനർത്ഥം? യേശുക്രിസ്തു പച്ചയായ മനുഷ്യനാണ്. യേശുക്രിസ്തു ചേലാകർമ്മം ചെയ്തു എന്ന് പറയുമ്പോ യേശുക്രിസ്തു പച്ചയായ മനുഷ്യനാണ്, ഒരു പുരുഷനാണ്. അത് വെളിവാകാൻ ഇത്ര പ്രത്യേകത വേണോ? ഇനി വേദഗ്രന്ഥം നോക്കൂ നിങ്ങൾ. യജുർവേദം. ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് രാകേഷ് എന്നെ യാദർശികമായി ഞാൻ രാകേഷിനെ കാണുന്നു. രാകേഷിന്റെ വീട്ടിൽ എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പം ഞാനിങ്ങനെ അവന്റെ വീട്ടിൽ നോക്കിയപ്പോൾ ചതുർവേദങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, യജുർവേദം ഒന്ന് എടുക്കാമോടാ രാകേഷ്? അപ്പൊ അവൻ ചോദിച്ചേടാ, പൂച്ചക്ക് എന്താടാ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? നീ മുസ്ലിം അല്ലേ, നിനക്കെന്താ യജുർവേദം? ഞാൻ പറഞ്ഞു, മോൻ എടുക്ക്, യജുർവേദം എടുക്ക്. യജുർവേദത്തിലെ 32ാം അധ്യായം എടുക്ക്. 32ാം അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകം എടുക്ക് എന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഒന്ന് വായിക്ക്. നത്തസ്യ പ്രതിമാ അസ്തി, നത്തസ്യ പ്രതിമാ അസ്തി. ആ ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയേ ഇല്ല. പ്രതിമ വെച്ച ആരാധന പാപമാണ്. ഞാൻ പറയണതല്ല. സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിന്റെ 12, 13, 32, 515 പേജുകളിൽ നാം ഇത് വായിക്കുന്നു. തീർന്നില്ല. ഒരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് ലൈറ്റ് ഓഫ് ട്രൂത്തിൽ നിന്ന് ഞാൻ ചില വാചകങ്ങൾ വായിച്ച് കളിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. വളരെ ഗൗരവമായും വളരെ ശ്രദ്ധിച്ചു നിങ്ങൾ കേട്ടോളൂ. സ്വാമി ദയാനന്ദ സരസ്വതിയോട് 2 ചോദ്യം. ലൈറ്റ് ഓഫ് ട്രൂത്തിൽ 2 ചോദ്യം. എന്താ 2 ചോദ്യങ്ങള്? എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട്, നമ്മൾ ഒന്നാണ്, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്, ഒറ്റ ദൈവമേ നമുക്കുള്ളൂ, അവനെ നമ്മൾ വിളിക്കേണ്ടത്. അവനാ സൂര്യനെ സൃഷ്ടിച്ചത്. കേട്ടോളൂ 2 ചോദ്യം. 2 ചോദ്യം ശ്രദ്ധിച്ചോളൂ. വേദത്തിൽ അനേകം ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുവോ ഇല്ലയോ? വേദത്തിൽ അനേക ഈശ്വരന്മാരുണ്ട്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ചോദ്യം മൗലാന മുഹമ്മദ് അലി ജൗഹറിനോടുള്ള ചോദ്യമല്ല, മൗലാന അബുൽ കലാം ആസാദിനോടുള്ള ചോദ്യമല്ല, ഖാൻ അബ്ദുൽ ഗഫാർ ഖാനോടുള്ള ചോദ്യമല്ല, മൗലാന മുഹമ്മദ് അലി ജിന്നയോടുള്ള ചോദ്യമല്ല, മറിച്ച് ആരോടുള്ള ചോദ്യമാണ്? ചോദ്യം സ്വാമി ദയാനന്ദ സരസ്വതിയോട്. എന്താ ചോദ്യം? വേദത്തിൽ അനേക ഈശ്വരന്മാരുണ്ട്, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ഇല്ല, അംഗീകരിക്കുന്നില്ല. 4 വേദങ്ങളിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അനേക ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുമുണ്ട്. എന്താണ്? 4 വേദങ്ങളിലും ഒറ്റ ഈശ്വരനെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അനേക ഈശ്വരന്മാരെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് ആരാ പറയുന്നത്? ആര്യ സമാജത്തിന്റെ സ്ഥാപകനായ സ്വാമി ദയാനന്ദ സരസ്വതി. ഇസ്ലാമോ കുൽ പറയുക പ്രവാചക, ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക അല്ലാഹു ഏകനാണ്, അവന് തുല്യരായ ഒരാളുമില്ല, അവൻ പിതാവല്ല പുത്രനല്ല. അതേ, അവൻ ആരുടെയും ആശ്രയമില്ലാത്തവനാണ്, ആരുടെയും ആശ്രയമില്ലാത്ത സർവശക്തൻ. അടുത്ത ചോദ്യം എന്താ അറിയോ? അടുത്ത ചോദ്യം എന്താ? ആദ്യത്തെ ചോദ്യം, ഒരുപാട് ഈശ്വരന്മാരുണ്ട് എന്ന് പറയണ്ടല്ലോ, അത് ശരിയാണോ? അല്ല, ചതുർവേദം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ഒറ്റ ദൈവത്തെ കുറിച്ചേ അവിടെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഒന്നാമത് അദ്ദേഹം പറയും. രണ്ടാമത്തത്, വേദങ്ങളിൽ അനേക ദേവതകളെ പറ്റി പറഞ്ഞിട്ടുള്ളതിന്റെ താല്പര്യം എന്താണ്? അനേകം ദേവീദേവന്മാരെ പറ്റി വേദങ്ങൾ പറയണ്ടല്ലോ. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, പൃഥ്വി മുതലായവക്ക് ഗുണമുള്ളത് കൊണ്ടാണ് ദേവതകൾ എന്ന് പറഞ്ഞത്. എന്നാൽ ഇവ ഈശ്വരനാണെന്നോ ഉപാസനായോഗ്യമാണെന്നോ അംഗീകരിച്ചിട്ടില്ല. അതായത് ഏതെങ്കിലും ഒരു ദേവനെയോ ഏതെങ്കിലും ഒരു ദേവിയെയോ ആരാധിക്കാൻ പാടില്ല എന്ന് വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു. തീർന്നില്ല. ഈ മന്ത്രത്തിൽ തന്നെ ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ അത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ലോകത്തിലെ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന, നമ്മയൊക്കെ സൃഷ്ടിച്ച, നമുക്ക് മഴ നൽകിയ, നമുക്ക് സൂര്യന്റെ കിരണങ്ങൾ നൽകിയ, നമുക്ക് ചന്ദ്രന്റെ നിലാവലകൾ നൽകിയ നമ്മുടെ ദൈവം, സകല മനുഷ്യരുടെയും ദൈവം, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും ജൈനന്റെയും ബൗദ്ധന്റെയും മതമുള്ളവന്റെയും ദൈവം, നമ്മളൊക്കെ ഒന്നാകുന്നത് അവിടെയാണ്. തുടർന്ന് പറയുകയാണ്, ഏതൊരുവനിൽ സകല ദേവതകളും സ്ഥിതി ചെയ്യുന്നുവോ അവനെ അത്രേ അറിയേണ്ടതും ഉപാസിക്കേണ്ടതും. ദേവൻ എന്ന് കേട്ടാൽ ഈശ്വരൻ എന്ന് ഗ്രഹിക്കുന്നത് തെറ്റാണ്. ദേവന്മാരുടെ കൂടി ദേവനായ സർവേശ്വരനെ മഹാദേവൻ എന്നാണ് പറയുന്നത്. സകല ലോകങ്ങളുടെയും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അത് നടത്തുന്നതും അതുപോലെ ന്യായാധീശനും അധിപതിയും അദ്ദേഹം തന്നെയാണ് എന്നാ പറയുന്നത്. ആ അധീശാധികാരിയെയാണ് നാം ആരാധിക്കേണ്ടത്, നാം അംഗീകരിക്കേണ്ടത് എന്നാണ് സത്യാർത്ഥ പ്രകാശം സ്വാമി ദയാനന്ദ സരസ്വതി 274, 275 പേജ്. ഇത് ഇന്നും നിലനിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? മോഹൻജദാരോ ഹാരപ്പൻ സംസ്കാരം, അവിടെ നടന്ന ഉത്ഖനന ഗവേഷണങ്ങൾ, ആ ഗവേഷണത്തിന്റെ റിപ്പോർട്ട് എന്താ? എ.ഡി. പുസൽക്കാർ, ചരിത്ര ഗവേഷണ പണ്ഡിതനായ എ.ഡി. പുസൽക്കാർ, മുസ്ലിമല്ലാത്ത എ.ഡി. പുസൽക്കാർ, മുസ്ലിമല്ലാത്ത എ.ഡി. പുസൽക്കാർ, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം നോക്കിക്കോളൂ നിങ്ങൾ, ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ വോളിയം 1 189. അതിൽ അദ്ദേഹം പറയാണ്, കേട്ടോളൂ, എ.ഡി. പുസൽക്കാറിന്റെ ദി ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇന്ത്യൻ പീപ്പിൾ വോളിയം 1 189 പറയാണ്, സംശയരഹിതമായി അമ്പലമെന്ന് ഗണിക്കാവുന്ന യാതൊരു എടുപ്പുകളും സിന്ധു നദീതടത്തിൽ നിന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കണക്കാക്കപ്പെട്ട കെട്ടിടങ്ങളിൽ തന്നെ മതപരമായ പ്രതിഷ്ഠകൾ ഒന്നും തന്നെയില്ല. വിഗ്രഹങ്ങളോ ആൽത്താരകളോ മറ്റാരാധ്യ വസ്തുക്കളോ ഒന്നും അവയിലില്ല. പുരാതന നാഗരികതകളിൽ മതത്തിന് എപ്പോഴും പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നിട്ടും കാലങ്ങളോളം ഭാരതത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സ്വാരമായി സ്വാധീനിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത പ്രധാന ഘടകം മതമായിരുന്നിട്ടും സിന്ധു നദീതടത്തിൽ നിന്ന് യാതൊരു ആരാധ്യ വസ്തുവും കിട്ടിയില്ല എന്നത് തീർച്ചയായും ആശ്ചര്യകരമായ വിസ്മയകരമായ ഒരു കാര്യമാണ് എന്ന് എ.ഡി. പുസൽക്കാർ. സഹോദരങ്ങളെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട നാഗരികത, ആ നാഗരികതയെ കുറിച്ച് നമ്മുടെ മഹാനായ പണ്ഡിതൻ, പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് പറയുന്ന വളരെ പ്രസക്തമായ ഒരു ഭാഗം കൂടെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാം. തന്റെ തർജുമാനുൽ ഖുർആൻ 103-ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, കേട്ടോളൂ നിങ്ങൾ, മോഹൻജദാരോ ഹാരപ്പയിലെ പൂർത്തിയാവാത്ത ഉത്ഖനനങ്ങളുടെ ഫലവും ഈ വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. മോഹൻജദാരോയിലെ ജനങ്ങൾ പല ദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. ഓം എന്ന് പറയുന്ന പരാശക്തിയിലാണ് അവർ വിശ്വസിച്ചിരുന്നത്. സംസ്കൃതത്തിൽ ഇതിന് തുല്യമായ സംസ്കൃത പദം ഇതുവാൻ എന്നാണ്. സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിയമങ്ങളെ ഏതൊരു സൃഷ്ടാവിന്റെ നിയമങ്ങളാണോ അനുസരിക്കുന്നത് ആ നിയാമകൻ എന്നിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവന്റെ നിയമം അനുസരിച്ചാണ് സകല വസ്തുക്കളും നിലനിൽക്കുന്നത് എന്നുമായിരുന്നു
അവർ വിശ്വസിച്ചിരുന്നത്. ആ ദൈവത്തിന്റെ ഒരു ഗുണം വേദകുൻ എന്നായിരുന്നു. എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ, എന്നെന്നും ഉണർന്നിരിക്കുന്നവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഉറക്കമില്ലാത്ത, മഴക്കമില്ലാത്ത ലോകത്തിന്റെ സൃഷ്ടാവ് സായിബാബ മരിച്ചപ്പോഴും ലോകം നിലനിൽക്കുന്നു, ആകാശവും ഭൂമിയും നിലനിൽക്കുന്നു. സ്വന്തം ശരീരത്തിലെ കിഡ്നി പോലും വീക്കായിട്ട് സായിബാബക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവിനെ തിരിച്ചറിയൂ. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ. യജുർവേദത്തിലേക്ക് മടങ്ങി പോകുന്നു. 32-ാം അധ്യായം രാഗേശ്വരിക്ക് വായിച്ചു തന്നു. നതസ്യ പ്രതിമാസ്തി, ദൈവത്തിന് പ്രതിമയില്ല. അല്ലേ? വേദങ്ങളൊക്കെ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്? ആവർത്തന പുസ്തകം 4-ാം അധ്യായം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ സൂക്തം എന്താ? ബൈബിളിൽ ഇന്നും പള്ളിയിലച്ചന്മാർ ഉപയോഗിക്കുന്ന ബൈബിളിൽ എന്താ? അതിലുള്ള വാചകം എന്താ? അതിൽ പറയുന്നത് ഒറേബ്യൻ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായി സംസാരിച്ച എന്റെ രൂപം നിങ്ങൾ കണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആണിന്റെയും പെണ്ണിന്റെയും രൂപമുണ്ടാക്കരുത്, കന്യാമറിയമിന്റെ രൂപമുണ്ടാക്കരുതേ എന്നാ ബൈബിളിൽ. യേശുക്രിസ്തുവിന്റെ രൂപമുണ്ടാക്കരുതേ എന്നാ ബൈബിളിൽ. ആകാശത്തിലെ പർവ്വചാരികളുടെ രൂപമുണ്ടാക്കരുത്, ആഴിയിലെ മത്സ്യാദികളുടെ രൂപമുണ്ടാക്കരുത്, ഉരകവർഗങ്ങളുടെ രൂപമുണ്ടാക്കി ദൂഷിതനാകരുത് എന്നാ ബൈബിൾ പറഞ്ഞത്. ദൗർഭാഗ്യങ്ങൾ പറയട്ടെ, സെന്റ് പോളിന്റെ സിദ്ധാന്തം ക്രിസ്ത്യാനികളെ പ്രതിമ ഉണ്ടാക്കിച്ചു. BR അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു. 4 ആളാ കൊല്ലപ്പെട്ട്. 1400 വർഷം പിന്നിട്ടിട്ട് മുഹമ്മദ് നബിയുടെ ഒരു പ്രതിമ തകർക്കപ്പെട്ടോ? അതിന്റെ പേരിൽ ഒരു ഈച്ച കൊല്ലപ്പെട്ടോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. തീർന്നില്ല. യക്ഷുശാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ യശ്രോത്രേണ നശ്രുണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്തം വിത്തി നേതം യതി തമുപാസതേ. കേനോപനിഷത്തിലെ 6-7 സൂക്ത, കേനോപനിഷത്തിലെ 6-7 സൂക്ത എന്തായാലും കണ്ണുകൊണ്ട് കണ്ടാരാധിക്കുന്നു ദൈവമല്ല. ഏതൊരു പ്രതിമയുടെ മുമ്പിൽ നിങ്ങൾ കൈകൂപ്പി നിൽക്കുന്നു, അത് ദൈവമല്ല. നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ്, നിങ്ങളുടെ കണ്ണിന് ദർശനം നൽകിയവനാണ്. ലാ തുദ്രികുഹുൽ അബ്സാറ വഹു യദ്രികുൽ അബ്സാർ. അല്ലാഹ് നിങ്ങൾക്ക് കാണാൻ കഴിയൂല, അല്ലാഹ് നിങ്ങളുടെ കണ്ണിന് കാഴ്ച നൽകിയവനാണ്. എത്ര സുന്ദരമാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം പുതിയ, ഒരച്ഛൻ്റെ ഒരമ്മയുടെ ഒരു ദൈവത്തിന്റെ അടിമകളാണ് നമ്മൾ ഒന്നാണ്. അപ്പോഴാണ് നമ്മൾ മാനവിക ഐക്യം ഉണ്ടാവുക, അപ്പോഴാണ് മതസമൂഹങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടാകുക, അപ്പോഴാണ് മനുഷ്യർ ഒന്നാകുക. സമ്മതിച്ചോ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഞാനും നിങ്ങളും ഒരച്ഛൻ്റെ അമ്മ. ഇനി നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ സുന്ദരമായ മാനവിക മൂല്യം നോക്ക്. ഇപ്പൊ ബിലാൽ കറുത്ത 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 മനുഷ്യനായിരുന്നു. ആ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വെളുത്ത അബൂദർ അൽ ഗിഫാരി വിളിച്ചു. കറുത്തവരുടെ മകനെ അവര് ശണ്ട കൂടി പിണങ്ങിയിട്ട് ദേഷ്യം പിടിച്ചിട്ട് അബൂദർ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. കരഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് ഓടി, പ്രവാചക തിരുമേനിയുടെ സന്നിധിയിലേക്ക് ഓടി. പ്രവാചക തിരുമേനിയോട് പറഞ്ഞു, എന്നെ അബൂദർ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചു. പ്രവാചകൻ വന്നു. പ്രവാചകൻ ചോദിച്ചു, അബൂദർ, താങ്കൾ ബിലാലിനെ കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചോ? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബിലാൽ കറുത്ത ആളാണ്, ബിലാലിന്റെ ഉമ്മ കറുത്ത ആളാണ്. റസൂലുള്ളാഹിക്ക് ചോദിക്കാമായിരുന്നു, ബിലാൽ നീ കറുത്തവനല്ലേ, നിന്റെ ഉമ്മാക്കും കറുപ്പല്ലേ? എന്താ അങ്ങനെ പറഞ്ഞാൽ? കറുപ്പും വെളുപ്പും തീരുമാനിച്ച് പടച്ചോനാ. ഫി അയ്യി സൂറത്തിൻ മാ ശാഅ റഖബക്. അതുകൊണ്ട് ആക്ഷേപിക്കൽ ദൈവത്തിനെ ആക്ഷേപിക്കുന്നതിന് തുല്യ. റസൂൽ പറയാൻ അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂദർ, താങ്കളിൽ അജ്ഞതയുടെ അടയാളം ഇന്നുമുണ്ട്, താങ്കൾക്ക് അറിവില്ല, ഇസ്ലാം താങ്കളിൽ പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇസ്ലാം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കറുത്തവനെ എന്ന് വിളിക്കാത്ത മാനസികാവസ്ഥയിലേക്ക്, അവനെ മനുഷ്യനായി അംഗീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരാൾ. BR അംബേദ്കർ പറഞ്ഞു, പ്രബലമായ 3 മതം ഹൈന്ദവരെ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് BR അംബേദ്കർ. ഏതാ? 1 ജൂതമതം, 2 ക്രിസ്ത്യാനിറ്റി, 3 ഇസ്ലാം. എന്നിട്ട് BR അംബേദ്കർ പറയാൻ, ഏതെങ്കിലും ഒരു പറയനോ ക്രിസ്തു മതം സ്വീകരിച്ചാൽ അവൻ അന്നും പറയാൻ ക്രിസ്ത്യൻ തന്നെയാണ്, പൊലയൻ ക്രിസ്ത്യൻ തന്നെയാണ്, ആ വാലൊരിക്കലും പോവില്ല. നേരെ മറിച്ച് ഒരാൾ എന്ന് മുസ്ലിമായോ അന്ന് മുതൽ അവൻ മനുഷ്യനാണ്, വേറെ പേരൊന്നുമില്ല. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത അതാ. കാരണം ഇസ്ലാം പടച്ചോന്റെ മതമാണ്. സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, ലോകത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ചതാണ്. അവിടെ ഞാനൊരു പോയിന്റ് പറയാം. സൂര്യൻ കൃത്യമായി സഞ്ചരിക്കുന്നത് പടച്ചോന്റെ ഒരു കണക്കനുസരിച്ചാണ്. ഖുർആനിലെ 36-ാം അധ്യായം 39-ാമത്തെ വചനം.
1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറയണെന്ത്? എന്താ ഖുർആൻ പറഞ്ഞത്? സൂര്യൻ ഒരു മൈക്രോ സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ ലോകത്ത് കണിശമായി സഞ്ചരിക്കും. ഇന്നും 6:10 ഉദിക്കേണ്ട സൂര്യൻ 6:10 ഉദിക്കും, 6:23 ഉദിക്കേണ്ട സൂര്യൻ 6:23 ഉദിക്കും, 6:10 അസ്തമിക്കേണ്ട സൂര്യൻ 6:10 അസ്തമിക്കും, ഒരു സെക്കൻഡ് വ്യത്യാസമില്ലാതെ. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച സൂര്യൻ ഈ ലോകത്ത് എല്ലാവർക്കും സുഖവും സൗഖ്യവും നൽകി. ദൈവത്തിന്റെ കൽപ്പന മനുഷ്യനനുസരിച്ചാൽ നമുക്ക് സുഖവും സൗഖ്യവും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മതഗ്രന്ഥങ്ങളെ ഒരു കമ്പാരിറ്റീവ് റിലീജിയൻ, ഒരു താരതമ്യ പഠനം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യർ വ്യത്യസ്തരായിരുന്നില്ല, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളായിരുന്നു, തമ്മിൽ തല്ലേണ്ടവരല്ല, ഒരു ദൈവത്തിന്റെ അടിമകളാണ് എന്ന്. പ്രവാചക തിരുമേനി നോക്ക്, നിങ്ങൾ ബിലാലിനെ സൽമാനുൽ ഫാരിസിയുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. വെളുത്തു വെളുത്തു തുടുത്ത ഖുറൈശി പ്രമാണിയായ സൽമാനിനെ ബിലാലിന്റെ കൂടെ ഇരുത്തി ഒന്നിച്ച് ഭക്ഷണം കഴിപ്പിച്ചു. പക്ഷെ മനുസ്മൃതിയിൽ പറയുന്നതോ ബ്രാഹ്മണന് ശൂദ്രന്റെ ഭക്ഷണം പറ്റില്ല, കൊല്ലക്കാരന്റെ ഭക്ഷണം പറ്റില്ല. അങ്ങനെ വേർതിരിച്ചിരിക്കുന്നു, കമ്പാർട്ട്മെന്റ് വൽക്കരിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്ക്, ബാർബറായ കേരളത്തിൽ ഇന്നും നിലയ്ക്കാണ്, മാറ്റേണ്ടതാണ്. മുസ്ലിങ്ങൾക്കിടയിലൊക്കെ ഉണ്ടാവേണ്ട മാറ്റമാണ്. അതായത് ഒരു ബാർബറുടെ മകൻ ഒരു ബാർബറുടെ മകളെ കല്യാണം കഴിക്കും. ഇത് ഇസ്ലാം പഠിപ്പിച്ചല്ലോ. ഇസ്ലാം എന്താ പഠിപ്പിച്ചത് അത് കേട്ടോളൂ. മാനവികത എന്താ പഠിപ്പിച്ചത്? പ്രവാചക തിരുമേനി ഒരു ബാർബർ പയ്യനെ തെരഞ്ഞെടുത്തു. ഖുറൈശി ഗോത്രം അന്നത്തെ ഏറ്റവും വലിയ പ്രമാണിത്വം, ഏറ്റവും ശ്രേഷ്ഠർ, ആര്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പറയും. ആ ഏറ്റവും ശ്രേഷ്ഠരായ ബ്രാഹ്മണ മേധാവിത്വം ഇന്ന് ലോകത്ത് നമ്മൾ പഠിച്ച പോലെ അന്നത്തെ ഖുറൈശികൾ ഏറ്റവും ശ്രേഷ്ഠരാണ്. സുന്ദരിയായ, കുലീനയായ, ഉന്നത കുലജാതയായ ഒരു ഖുറൈശി പെണ്ണിനെ ഒരു ബാർബറെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞത് എന്താ അറിയോ? മനുഷ്യനിലെ ഉച്ചനീചത്വം എന്റെ കാലിനടിയിൽ വെച്ച് ചവിട്ടി താഴ്ത്തുന്നു ഞാൻ, മണ്ണോട് മണ്ണ് എന്ന് പ്രഖ്യാപിക്കുക പ്രവാചകൻ ചെയ്ത്. അതാ മാനവികത, അതാ സൗഹൃദം, അതാ സ്നേഹം. മനസ്സിലായോ? മനസ്സിലായോ? എത്രത്തോളം തന്നെ ഖുർആനിലെ 9-ാം അധ്യായം 6-ാമത്തെ വചനം. ഒരു അമുസ്ലിം ബൗദ്ധൈവ വിശ്വാസി ഖുർആൻ എങ്ങനെ ഉപയോഗിച്ച്, അവൻ നിന്റെ ഭവനത്തിലോ മസ്ജിദിലോ അഭയം തേടി വന്നാൽ നീ അവന് അഭയം നൽകണം. മസ്ജിദിലെ ഹറമിൽ വരെ നീ അവൻ അഭയം നൽകണം, അവന് മതം പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് സുരക്ഷിതമായ താവളത്തിൽ നീ അവനെ കൊണ്ടെത്തിക്കണം എന്ന് പറയണം. നിങ്ങൾ ആലോചിക്കണം. ഇനി ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കൂ. ഒരു മനുഷ്യനെ അകാരണമായി കൊന്ന ഇസ്ലാമിന്റെ വിധി എന്താ? തൽമൂദ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, തൽമൂദ്, ജൂതന്മാരുടെ. അതിലൊരു വാചകം എന്താ അറിയാം? അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജൂതനെയും കൊന്നവനെ പോലെ. അതാ വർഗീയത. അകാരണമായി ജൂതന്റെ വിലയാ പറയുന്നത്. അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ. അവൻ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെക്കാളും പ്രാധാന്യമാണ് ജൂതനെ. അതിന്റെ വർഗീയത. ആ ജൂതന്റെ സിദ്ധാന്താണ് സംഘ് പരിവാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത്. മനസ്സിലാക്കണം, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടിയ, അല്ലാണ്ട് ഇന്ത്യയുടേതല്ല. അത് ഇന്ത്യയുടേതല്ല. ഭാരതാംബയുടെ കണ്ണ് കലങ്ങിയത് എവിടുന്നാണെന്നറിയോ? വിദേശിയായ ആര്യൻ കൊണ്ടുവന്ന വൃത്തികെട്ട സിദ്ധാന്തം ഇന്ത്യ സ്വീകരിച്ചപ്പോഴാ. മനസ്സിലായോ? മനസ്സിലായോ? ഭാരതാംബയുടെ കണ്ണ് കലങ്ങിയ അങ്ങനെയാ. ആ സിദ്ധാന്തം ഒഴിവാക്കി ആ കണ്ണ് കലങ്ങൽ നിൽക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് വീണ്ടും മടങ്ങി പോവാൻ. നിങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. തൽമുദ് പറയുന്ന അകാരണമായി ഒരു ജൂതനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്നവനെ പോലെ. ഞങ്ങൾ ഖുർആനിൽ വരൂ, വിശുദ്ധ ഖുർആനിൽ വരൂ. ഖുർആന്റെ 5-ാം അധ്യായം 32-ാമത്തെ വചനം. മിൻ അജ്ലി ദാലിക് കതബ്നാ അലാ ബനി ഇസ്രായീൽ ഖതലൻ ബിനഫ്സിൻ. അല്ലാഹു പറയാൻ, അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ലോകത്തൊരു വേദത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാചകം കാണാൻ കഴിയില്ല. പടച്ചോന്റെ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത എന്താ? ഭാസ്കരനെയും ലാൽ കൃഷ്ണാധ്വാനിയും ഒക്കെ സൃഷ്ടിച്ച് പടച്ചോനാ. അതാ. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് എന്താണ്? അകാരണമായ ഒരു മനുഷ്യനെ കൊന്നാൽ. നോക്ക്, നേരത്തെ പറഞ്ഞതോ അതാ വർഗീയത. അകാരണമായ ഒരു ജൂതനെ കൊന്നാൽ എന്നതിൽ നിന്ന് ഖുർആൻ പറയുന്നതോ അകാരണമായി ഒരു മനുഷ്യനെ കൊന്നാൽ. ഉണ്ടോ? അകാരണമായ ഒരു BJP-കാരനെ കൊന്നാൽ, അകാരണമായ ഒരു ബജറംഗ് ദളുകാരനെ കൊന്നാൽ, അകാരണമായ ഒരു NDF-കാരനെ കൊന്നാൽ,
അകാരണമായ ഒരു കോൺഗ്രസ്സുകാരനെ കൊന്നാൽ, ഒരു CPM-കാരനെ കൊന്നാൽ, ഒരു ലീഗുകാരനെ കൊന്നാൽ, ഒരു സുന്നിയെ മുജാഹിദ് കൊന്നാൽ, മുജാഹിദിനെ സുന്നി കൊന്നാൽ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെ ഒരാളെ കൊന്നാല് 714 കോടി മനുഷ്യരെയും കൊന്ന പാപിയാണോ പടച്ചോന്റെ മുമ്പിൽ എന്ന് പഠിപ്പിച്ച പടച്ചോൻ അക്രമത്തെ ഇഷ്ടപ്പെടുന്നോ ഇഷ്ടപ്പെടുന്നില്ല എന്നോ, കൊല്ലാൻ പറഞ്ഞു എന്നോ ഇല്ല എന്നോ. ഇപ്പം ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡ് കോഴിക്കോട്, അവിടെ ബോംബിട്ടു അല്ലേ? അവിടെ ബോംബിട്ട മുസ്ലിം ചെറുപ്പക്കാരൻ ഇസ്ലാമിന്റെ തത്വമാണോ നടത്തി? ആണോ? നിരപരാധികൾ നിൽക്കുന്ന ഒരു വമ്പിച്ച ഒരു വലിയ ബസ് സ്റ്റാൻഡ്, കേരളത്തിലെ വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ആ ബസ് സ്റ്റാൻഡിൽ നിരപരാധികളായ മനുഷ്യർ, ജാതി മതേതോ ആവട്ടെ, അവിടെ ബോംബിട്ടോ. അത് ഇസ്ലാമല്ല, ഖുർആനല്ല. നീ കാരണമായ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെന്നാ. കണ്ടോ? നീ കാരണമായ ഒരാൾ രക്ഷപ്പെട്ടാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും രക്ഷപ്പെടുത്തിയവനെ പോലെ. ഇതാ ഖുർആൻ പറഞ്ഞേ. ഇനി ഖുർആനിലെ വേറൊരു വാചകം കേട്ടോളൂ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവിടെ പറഞ്ഞതെന്താ അറിയോ? സ്വർഗം ആർക്കുള്ളതാ? ആർക്കുള്ളതാ സ്വർഗം? ആർക്കാ? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വർഗീയത ഉണ്ടാക്കാത്ത, കലാപമുണ്ടാക്കാത്ത, സ്വാസ്ഥ്യം കെടുത്താത്ത. ഇസ്ലാം തന്നെ പറയണെന്തറിയോ? ഇവിടുത്തെ മുസ്ലിങ്ങൾ ശരിക്കും മനസ്സിലായിക്കൂടെ? അതായത് എന്റെ അയൽവാസി മുന്നിൽ ശശിയേട്ടനാണ്, പിന്നിൽ ബാബുയേട്ടനാണ് BJP-കാരൻ, അതിന്റെ അപ്പുറത്ത് ശിവദാസനാണ് CPM-കാരനാണ്, അതിന്റെ അപ്പുറത്ത് രാജേട്ടനാണ്. ഞാൻ അവരുടെ നടുവിലാണെന്നു എന്റെ നാട്ടിൽ. ഇപ്പൊ ഞാൻ പുത്തനത്താണിയില്ല താമസിക്കുന്നത്. എന്റെ അയൽവാസികൾ എന്നെ കുറിച്ച് ഭയപ്പെടുമ്പോൾ ഞാൻ മുസ്ലിം ആവൂല എന്നാണ് ഇസ്ലാം പറഞ്ഞത്. അയൽവാസികൾ നിന്നെ കുറിച്ച് നിർഭയനാകാത്ത കാലത്തോളം നീ മുസ്ലിം ആവുകയില്ല. അയൽവാസി ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ സാധാരണ നമ്മുടെ രാജ്യത്തൊക്കെ താടി നീട്ടിയോലൊക്കെ ഭീകരവാദികളാണ് എന്നുള്ളൊരു വെപ്പ്. അപ്പൊ ഗുരു നിത്യചൈതന്യ എഴുതിയോ ഭീകരവാദികളുടെ ലോക നേതാവ്. കാരണം പൊക്കിൾ കൊടി വരെ താടി. ചട്ടമ്പി സ്വാമികള് മൂപ്പർ ലോക ഭീകരവാദികളുടെ നേതാവ്. കാർൽ മാർക്സ് ലോക ഭീകരവാദികളുടെ നേതാവ്. എന്താ? ഓൽക്കൊക്കെ താടിയുണ്ട്. ഇവിടെ വിഷയം എന്താ പറയുക? മുസ്ലിമിന്റെ മുഖത്ത് ഒരു രോമം ഉണ്ടായി. യേശുദാസ് അർദ്ധ ഭീകരവാദി. കാരണം യേശുദാസ് ക്ലീൻ ഷേവ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അയ്യപ്പൻ ഉൾത്താടിയ. എന്താ ഓരോ പേരിലൊന്നും ഭീകരവാദം ഇല്ലാത്ത? അല്ലെങ്കിൽ ഞാൻ വിവരമില്ലെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ രോമത്തിന് ജീവനുണ്ടോ? മീൻസ് ജീവനുണ്ടോ എന്നുള്ള മീൻസ് ഇതിന് ചിന്ത ഉണ്ടോ, വിവേകമുണ്ടോ? ഒരു RSSകാരനെ കാണുമ്പോ താടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടോ? താടിക്ക് രോമത്തിന് ഉണ്ടോ? ഉണ്ടോ? മനസ്സിലല്ലടോ വർഗീയതയും ശത്രുതയും. രോമം എന്ത് വഹിച്ചടോ? രോമം എന്ത് വഹിച്ചു? ഇനി എനിക്ക് ഏറ്റവും വലിയ നിങ്ങളോട് പറയാനുള്ള എന്തറിയോ? ലോകത്ത് മീശയും താടിയും പഠിച്ചോലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ. നിങ്ങൾ വെല്ലുവിളിച്ചോ, ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾ വെല്ലുവിളിച്ചോ, മീശയും താടിയും പഠിച്ചോല് മനുഷ്യരെ കൊന്നൊടുക്കിയ അത്ര ലോകത്തൊരു താടിക്കാരനും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തെളിയിച്ചു തരും. ധൈര്യമുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ കയറി വന്നോളി, ഞാൻ തെളിയിച്ചു തരാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾക്കൊന്നും താടി ഉണ്ടായിരുന്നില്ല. ഇനി ഇന്ത്യയിലെ ഏറ്റവും തീവ്രവാദം പ്രസംഗിക്കുന്ന ആളുകളെ ചിന്തിച്ചോ, ഓൾക്കൊന്നും താടിയില്ല. പേര് ഞാൻ പറയണ്ട. അപ്പൊ വെറുതെ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കപ്പെടുക, വെറുതെ പറയാ അല്ലേ? അമേരിക്ക, ഇറാഖ്, ചെച്നിയ, ഫലസ്തീൻ, കോസഡോവ, ലബനാൻ, അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകൾ, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ ജീവഹത്യ നടത്തി, മനുഷ്യക്കുരുതി നടത്തി, മനുഷ്യ കബന്ധങ്ങളിൽ അധികാരമാക്കി. ഏത് ബ്രിട്ടീഷുകാരനും ഏത് അമേരിക്കക്കാരനും മുഖത്തോ ശരീരത്തിലോ രോമമുള്ളത്? അപ്പൊ രോമല്ലാത്തവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ തെളിഞ്ഞു. രോമം കൂടുന്തോറും സംയമനം കുറയും എന്നാണ്. മനസ്സിലായോ? പിന്നെ രോമം എന്ന് പറയുന്നത് ഈ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ പറയാണ്, മുസ്ലിങ്ങളാണോ ഓൽക്ക് താടി ഉണ്ടാവൂ. ഏത്? കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണം മുസ്ലിമിന്റെ ഐഡന്റിറ്റിയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആൺസിംഹത്തിന്റെ പൂട പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആൺസിംഹം പൂട പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആൺസിംഹത്തിന്റെ ശൗര്യവും തൻ്റെ ഇടം തന്നെ അതിന്റെ താടിയാ, അതിന്റെ മഹത്വം. പുരുഷന്റെ മഹത്വം താടിയാണ്. ചില പുരുഷന്മാരൊക്കെ താടി മീശയും പഠിച്ചാൽ ഒരു പർദ്ദ ഇട്ട് കൊടുത്ത് നമ്മൾ വിചാരിക്കുക എന്താണെന്നറിയോ? ലബനാനി പെണ്ണാണ്. എന്തിനാന്നടോ കോലം കെട്ടുന്നത്? ആണിനൊരു തൻ്റെ ഇടണ്ട്, നല്ല സൂപ്പർ മീശ വെട്ടി ലെവലാക്കി താടി, ഇത് പുരുഷത്തിന്റെ ഭാഗ. പിന്നെ താടി വെച്ച ഒരുപാട് കാര്യത്തിൽ നിയന്ത്രണം വരും. അതെന്താ?
താടി വെച്ചാൽ കള്ളിച്ചാപ്പിന് മുമ്പിൽ താടിയും വെച്ച് എനിക്ക് നിൽക്കാൻ പറ്റും, ഞാൻ വെള്ളക്കുപ്പായിക്കട്ടെ കള്ളിച്ചാപ്പിന് ഏതാണ് ഒരു മൗലവി പിടിച്ചടിക്കണവനെ എന്നറിയും. നേരെ മറിച്ച് ക്ലീൻ ഷേവ് ചെയ്തവന് കള്ളിച്ചാപ്പിലും പോയാൽ വേശ്യാലയത്തിലും പോയാൽ ഏത് ചെറ്റത്തരത്തിനും ഓന് പോയി നിൽക്കാം. കാരണം ഓൻ ഏത് മതത്തിൻ്റെ ആളാ, ഓൻ എന്താ, ഓൻ മൗലിയാരാണോ മൗലവിയാണോ സ്വാമിജിയാണോ ഒന്നും തിരിച്ചറിയില്ല, ഓൻ എന്ത് തെറ്റും ചെയ്യാം. അതുകൊണ്ട് താടി മനുഷ്യന്റെ സംസ്കാരത്തെ പോലും കൺട്രോൾ ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് അതിന്റെ പേരിലൊക്കെ ഉള്ള അനാവശ്യമായ ഒരാവശ്യമില്ലാത്ത അല്ലേ, ഒരാവശ്യമില്ലാത്ത. എന്നിട്ട് നിങ്ങൾക്ക് നോക്കുക, അങ്ങ് മഹാരാഷ്ട്രയില് ബജ്രംദളിന്റെ കുറച്ച് ആളുകൾ ബോംബ് നിർമ്മാണത്തിനിടയില് ബോംബ് പൊട്ടി പോലീസ് പിടിച്ചപ്പോൾ എന്തുണ്ടായത്, അവിടെ തൊപ്പി ഉണ്ടായിരുന്നു, കൃത്രിമമായ താടി ഉണ്ടായിരുന്നു. കാരണം കൃത്രിമ താടി വെച്ചിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളെന്ന് വരുത്തി തീർക്കുക, എന്നിട്ട് ഓല് ഭീകരവാദികളെന്ന് വിളിക്കുക. ഇതൊന്നും വെച്ചതല്ല ട്ടോ, ഒറിജിനൽ അതാ ട്ടോ. താടി വെച്ച് കൃത്രിമമായിട്ട് വെച്ചിട്ട് മുസ്ലിമായി അഭിനയിച്ച് ഇസ്ലാം തീവ്രവാദാന്ന് വരുത്തി തീർക്കുക. ചെയ്യരുത് ഒരിക്കലും ഒരിക്കലും. പിന്നെ ഇന്ത്യയിൽ നടന്ന മിക്ക ഭീകരവാദവും ആരിലേക്കാ ചെന്നെത്തുന്ന അവസാനം, അതോട് പഠിക്കണം. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ഭീകരവാദമുണ്ടോ അത് ശരിയല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഇവിടെ ഒരുപാട് ആളുകൾ ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിന്റെ, ഖാദിസിയുടെ, ഖൈബറിന്റെ, മൂസയുടെ വിപ്ലവവീര്യം പറഞ്ഞ് ഇരുട്ടത്ത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, നട്ടപ്പാതിരാക്ക് മീറ്റിംഗ് തന്നെ കൂടാൻ പാടില്ല ഇസ്ലാമിൽ. ഇസ്ലാം പറഞ്ഞത് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്. ഖുർആനിലെ 4-ാം അധ്യായം 114-ാമത്തെ വാചകം. എല്ലാ മുസ്ലിമുകളും ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ കലാമാണ് പറയുന്നത്. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, മിക്ക സ്വകാര്യ മീറ്റിംഗിലും യാതൊരു നന്മയുമില്ല. സ്വകാര്യ മീറ്റിംഗുകളിൽ യാതൊരു നന്മയുമില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ, ദാനം ചെയ്യാൻ, സദഖ ചെയ്യാൻ കൽപ്പിക്കുന്ന മീറ്റിംഗ് ആണെങ്കിലും ഓക്കെ. പിന്നെ ജനങ്ങളോട് മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, തോന്നിയാസം ചെയ്യരുത് എന്നൊക്കെ പറയാനാണെങ്കിൽ ഓക്കെ. 3-ാമത്തെ പ്രയോഗം എന്താ അറിയോ, ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ. അപ്പൊ എവിടെ ബോംബിടാന്ന് സ്വകാര്യമായിട്ടുള്ള മീറ്റിംഗ് ഇസ്ലാം വിലക്കി. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം കേൾക്കണം, ഞങ്ങൾ മുജാഹിദുകൾ, സലഫികൾ ഒരുപാട് കാലമായാലും ഈ പർളിയിൽ, ഒരുപാട് കാലമായാലും ഈ പാലക്കാട്, ഒരു തീവ്രവാദിയെ മുജാഹിദുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പോലീസ് അറസ്റ്റ് ചെയ്ത് ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു പന്നിപ്പടക്കം പൊട്ടിച്ചതിന്റെ പേരിൽ ഒരു മുജാഹിദിനെ ഇന്ന് വരെ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതാ മതം. മുജാഹിദുകളെ നോക്കി നിങ്ങൾ ഇസ്ലാം പഠിക്കുക, എന്നാൽ എല്ലാവരും നന്നാവും. എനിക്ക് മുസ്ലിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ മുജാഹിദുകൾ പഠിപ്പിക്കുന്ന ആദർശം പഠിക്കും. ഇതിന്ന് വിട്ടുപോയവരും പഴിച്ചുപോയവരും പുതിയ വാദം പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കണ്ട. പ്രമാണമനുസരിച്ചൊരു കൃത്യമായി പഠിച്ചാൽ ഏറ്റവും രസകരമായ സംഗതി, MSM നേടുന്ന വിദ്യാർത്ഥി സംഘടനയുണ്ട്. വർഷങ്ങളായി ഇവിടെ ഇന്ന് വരെ ഒരു കടലമണിയുടെ വലുപ്പത്തിൽ ഒരു കല്ലെടുത്തൊരു പൊതുസ്ഥാപനത്തിന് അവർ എറിഞ്ഞിട്ടില്ല. സൈക്കിൾ ചെയ്യുന്നില്ല, കുറുവടിയില്ല, പിച്ചാത്തിയില്ല, കള്ളുകുടിക്കണില്ല, പുകവലിക്കണില്ല, റാഗിംഗ് ഇല്ല. അങ്ങനത്തെ ഒരു വിദ്യാർത്ഥി സംഘടന. ആ സംഘടനയെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. വളരെ ഗൗരവമാണ് ഞാൻ പറയുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്യാത്തൊരു പ്രസ്ഥാനം, നബിദിന റാലി ഇല്ല, ഫ്രീഡം പരേഡ് ഇല്ല, ഒന്നുമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഇത് മാത്രമാണ് സത്യവും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുക. ഒരാളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്തിൽ ബോംബ് കൊണ്ടുപോയി ദൈവാനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധകനായ സലാഹുദ്ദീന് നേരെ ബോംബാക്രമണം ഉണ്ടായി പേരാമ്പ്രയിൽ. ആരാ ചെയ്തത്? മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ. ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രസ്ഥാനം ഒരിക്കലും ഒരാളുടെ പോസ്റ്റർ കീറുകയോ സ്റ്റേജ് കയ്യേറുകയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഓഫീസിന് നേരെ കല്ലെറിയുകയോ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ശണ്ട കൂടുകയോ. ഇപ്പൊ ഞാൻ വളരെ ലളിതമായ ഒരു പോയിന്റ് കൊടുക്കുന്നത്, കേരളത്തിന്റെ മേപ്പെടുത്തിട്ട് ഒതായി, എടവണ്ണ, എടത്തനാട്ടുകര, ബാലുശ്ശേരി, നന്മണ്ട തുടങ്ങിയിട്ടുള്ള കുറെ പ്രദേശങ്ങൾ കേരളത്തിൽ 19 കൊല്ലം മുജാഹിദുകളുടെ മൊത്തം മഹല്ലാണ്. അവിടെ വേറെ ആരും കുറവാണ്, മുജാഹിദുകളുടെ ഒരു ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങളുടെ തീവ്രവാദ സംഘടനകൾ ഉണ്ടോന്ന്? വളരെ കുറവാണ്. മുജാഹിദുകളുടെ അടുത്ത് കമ്മ്യൂണൽ റയോട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്റെ നാട്, കേസരിയുടെ പത്രാധിപർ ഗോപാലൻകുട്ടി മാഷ് അടക്കം RSSന്റെ തീവ്ര നേതാക്കന്മാർ ജീവിക്കുന്ന നാടാണ് എന്റെ നാട്, ബാലുശ്ശേരി, കോഴിക്കോട് ജില്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഹൈന്ദവർ തമ്മിലോ ക്രൈസ്തവർ തമ്മിലോ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലോ ഒരിക്കൽ പോലും ശണ്ടല്ല. കാരണം എന്താ? അവിടെ മുജാഹിദ് ഭൂരിപക്ഷമാണ്. മുജാഹിദുകൾ മതം പഠിച്ചവരാണ്. ആ മതമാണ് നിങ്ങളോട് പറയാൻ, ഇങ്ങനെ സംഘടിപ്പിക്കാൻ മുജാഹിദുകൾക്ക് സാധിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു മുജാഹിദിന്റെ എന്തെന്നറിയോ? എല്ലാവരോടുമുള്ള ഗുണകാംക്ഷ. പടച്ചവനെ, ആരും മദ്യപാനികൾ ഉണ്ടാവരുത്,
ആരും വ്യഭിചാരികൾ ഉണ്ടാകരുത്, ആരും പലിശ കൊടുക്കുന്നവരുണ്ടാകരുത്, ആരും ബിംബാരാധകരുണ്ടാകരുത്. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാകണം. എല്ലാവരും ഒരു അച്ഛനമ്മമാരുടെ മക്കളാണ്. എല്ലാവരും യഥാർത്ഥ മതം അനുസരിക്കണം. ആരും നരകാവകാശികളാകാൻ പാടില്ല. ഇത് മുജാഹിദുകളുടെ ഉദ്ദേശമാണ്. ഒരാളെയും പിച്ചാത്തി കൊണ്ടോ തോക്കുകൊണ്ടോ കത്തി കൊണ്ടോ ഒരു വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ആക്രമിക്കുകയോ ഇതൊന്നും മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് വരെ ചെയ്തിട്ടില്ല. ഇത് യഥാർത്ഥ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ്. അപ്പോ യഥാർത്ഥ ഖുർആനിൽ ഭീകരവാദമില്ല. അപ്പൊ ഞങ്ങളൊരു മഹാസമ്മേളനത്തിൽ ഒരു സ്വാമിജി പങ്കെടുത്തു. നല്ലൊരു മനുഷ്യനാണ്, അയാൾ ശാന്തനാണ്. പക്ഷെ അയാൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. അയാൾ പ്രസംഗത്തിൽ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനോട് നല്ല യോജിപ്പാണ്, പക്ഷെ ഒരു വിയോജിപ്പ് എനിക്ക് ഖുർആനിനോടുണ്ട്. അതെന്താണ്? സ്വാമിജി പറഞ്ഞു, അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഖുർആൻ പറയുന്നുണ്ട്, അത് ശരിയല്ല, അതാണ് ഭീകരവാദം വളർത്തുന്നത് എന്ന് പറഞ്ഞു. സ്വാമിജി ഇരുന്നപ്പോ എന്റെ ഊഴമായിരുന്നു. ഞാൻ പറഞ്ഞു, സ്വാമിജി നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഒരു ഖുർആനിക വചനം ഖുർആനിലില്ല. എന്നിട്ട് ഞാൻ സ്വാമിജിനോട് പറഞ്ഞു, ഇതാ ഖുർആൻ, ഇതാ ഖുർആൻ. ഈ ഖുർആനിൽ എവിടെയാണ് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ള സൂക്തം താങ്കൾ കാണിച്ചു തരണം. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമിജി, വിശുദ്ധ ഖുർആനിൽ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നൊരാഹ്വാനവും അത് പുണ്യകരമാണ്, അതാണ് ജിഹാദ് എന്നും ഖുർആൻ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഹൈന്ദവരുടെ ഏറ്റവും വലിയ നേതാവായ നിങ്ങളടുത്തേക്ക് ഞങ്ങൾ കടലാസുമായിട്ടല്ല വരിക, വാളുമായിട്ട് നിങ്ങളെ കഴുത്തരിയാനാ വരിക. ഞങ്ങൾ വന്നത് നിങ്ങളെ സമ്മേളനത്തിൽ ക്ഷണിക്കാനാണ്. മാത്രമല്ല, നിങ്ങൾ ഈ സദസ്സിലേക്ക് വന്നപ്പോൾ നിങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു, സ്റ്റേജിലിരുത്തി, നിങ്ങൾക്ക് ചായ തന്നു, അണ്ടിപ്പരിപ്പും ഈത്തപ്പഴവും തന്നു, ഏറ്റവും കൂടുതൽ ആദരിച്ചു, നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള ചാൻസ് നൽകി. അതിന്റെ അർത്ഥം അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണെങ്കിൽ നിങ്ങൾ സ്റ്റേജ് കാണി മുസ്ലിങ്ങൾ നിങ്ങളെ നേരെ വാളോങ്ങണല്ലോ. അങ്ങനെ ഒരു ആശയം ഖുർആനിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് ഉറപ്പിച്ച് പറഞ്ഞുതരാം. ആരും ഒന്നും തെറ്റിദ്ധരിക്കണ്ട. അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലലാ പുണ്യം എന്നാണെങ്കിൽ ഞാനൊക്കെ ആ പണി ചെയ്യും. ഈ കിട്ടാവുന്ന പോലെ മാക്സിമം കൊന്ന് സ്വർഗത്തിലാ പോകും. പക്ഷെ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, 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 പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ഖുർആനിൽ ഉള്ളത് എന്താ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താ ഖുർആനിലുള്ളത്? ഖുർആനിന്റെ വചനം കേട്ടോളൂ. ഖുർആനിന്റെ 60-ാം അധ്യായം 8-ാമത്തെ വചനം കേട്ടോളൂ. ലാ യൻഹാകുമുല്ലാഹ് അനില്ലദീന യുഖാതിലൂകും ഫിദ്ദീൻ വലൻ യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അതിന്റെ അർത്ഥം കേട്ടോളൂ എല്ലാവരും. നിങ്ങളുമായി മൈത്രി ബന്ധത്തിൽ കഴിയുന്ന അമുസ്ലിങ്ങളോട്, നോൺ മുസ്ലിംസിനോട്, നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത അമുസ്ലിങ്ങളോട്, നിങ്ങളെ മതത്തിന്റെ പേരിൽ നിങ്ങളെ പീഡിപ്പിക്കാത്ത അമുസ്ലിങ്ങളോട് നിങ്ങൾ ഏറ്റവും നല്ല മൈത്രി ബന്ധം. കണ്ടോ, മൈത്രി സമ്മേളനം നടക്കാൻ പോണു. മൈത്രി സമ്മേളനം ഒറ്റപ്പാലത്ത് ഈ വരുന്ന മാസം 23-ന് നടക്കുന്നു. ഞാൻ പറയുന്നത് മൈത്രി, അള്ളാന്റെ ഖുർആൻ പറയാൻ, അമുസ്ലിങ്ങളോട് നിങ്ങൾ നല്ല മൈത്രി ബന്ധം പുലർത്തണം. ബാലനോട്, ജോർജിനോട്, ജോസഫിനോട്, നിരീശ്വരവാദിയോട് പോലും നിങ്ങൾ ഏറ്റവും നല്ല മൈത്രി ബന്ധം പുലർത്തണം. തീർന്നില്ല, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. അമുസ്ലിമീങ്ങൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. ബൈപ്പാസ് സർജറി നടത്തേണ്ട മാധവന്റെ ഓപ്പറേഷനിലേക്ക് നിങ്ങൾ നല്ലൊരു തുക കൊടുക്കണം. സുനാമി ഉണ്ടായി, 10 വീടുകൾ തകർന്നു പോയി, അതിലൊരു വീട് അമുസ്ലിമിന്റേതാണെങ്കിൽ 9 മുസ്ലിമീങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ 10ാമത്തെ ദേവന്റെ വീട് വെച്ച് കൊടുക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഖുർആൻ തീവ്രവാദം പഠിപ്പിച്ചില്ല. ഇത് നിങ്ങൾ അറിയണം. തീർന്നില്ല, അവരോട് നീതിയോടുകൂടി വർത്തിക്കണം. അമുസ്ലിമീങ്ങളോട് നീതിയോടുകൂടി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ആഹരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഇതാണ് ഇസ്ലാം. അല്ലാതെ അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറയുന്ന ഒരു വാചകവും അള്ളാന്റെ ഖുർആനിലില്ല. അതെല്ലാരും മനസ്സിലാക്കുക. ഇനി ഞാന് വളരെ വിനയപുരസരം വെല്ലുവിളിയായി പറയുന്നു, ആർക്കെങ്കിലും ഖുർആൻ അങ്ങനെ തരാറുണ്ടെന്ന് ഈ സദസ്സിലോ ഇതിന്റെ ബാക്കിലോ ഏതെങ്കിലും സംഘടനക്കാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10 മിനിറ്റ് അനുവദിച്ചു തരും അതൊന്ന് തെളിയിക്കാൻ. ഈ സദസ്സിൽ ഇവിടുത്തെ നിയമപാലകർ അനുവദിക്കുമെങ്കിൽ. അതായത് ഖുർആനിൽ മനുഷ്യത്വത്തിനെതിരായി അരവാക്ക് തെളിയിക്കാൻ ഞാൻ റെഡിയാന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങോട്ട് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് കയ്യിൽ തരും. നിങ്ങൾ തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോവും.
അതല്ലാത്ത കാലത്തോളം ആരോ ഛർദിച്ചു തുപ്പിയ വിമർശനത്തെ എടുത്ത് മിണുങ്ങി വീണ്ടും പറയരുത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആന്റെ ഏറ്റവും രസകരമായ ഒരു ഭാഗം തന്നെ എന്താ? നരകത്തിൽ പോകും നീ അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറയാ ഖുർആൻ. എന്നിട്ട് പറഞ്ഞു, അയൽവാസി ജൂതനാണെങ്കിൽ പോലും, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ജൂതന്മാരാണ്, ആ ജൂതനാണെങ്കിൽ പോലും ആട്ടിറച്ചി അവനും കൊടുക്കണോ, ഒരു പാൽപായസം ഉണ്ടാക്കി അയൽവാസി കൊടുക്കണോ, എങ്കിൽ ഈ മതം തല്ലാൻ പഠിപ്പിക്കോ? അതുകൊണ്ട് മതത്തിന്റെ പേരിൽ നടക്കുന്നത് പ്രചണ്ഡമായ കളവാണ്. മതത്തിന്റെ പേരിൽ നടക്കുന്നത്, ഇസ്ലാമിന്റെ പേരിൽ പലരും പലതും ചെയ്യുന്നുണ്ട്. ഇസ്ലാം അല്ല, ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരവെക്കണ്ട. അപ്പൊ പലപ്പോഴും എന്താ, ഞാൻ വളരെ തുറന്ന് നിങ്ങളോട് പറയാണ്, ഞാൻ തുറന്ന് സംസാരിക്കണം. ഇപ്പൊ ചില സംഘടനയുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾ പേടിക്കുന്നത് എന്താ? അവര് പറയുന്നു ഞങ്ങൾ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ്, ഞങ്ങളാണ് ഈ നാട്ടിൽ ഏറ്റവും മനുഷ്യത്തുള്ളവര്, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാമോ എന്നൊക്കെ ചോദിക്കും. ഞാൻ ഒരേ ഒരു കാര്യം ചോദിക്കുന്നു, വെള്ളിക്കെട്ടനെയും മൂർക്കമ്പാമ്പിനെയും കാണുന്ന പോലെയാണോ ചേരനെയും നീർക്കോലിനെയും? ചേരാ നീർക്കോലി എന്ന് പറയുമ്പോൾ പ്രയാസമില്ല, എടാ ഒരു വെള്ളിക്കെട്ടനതാ മൂർക്കനതാന്ന് പറയുമ്പോ. അതുപോലെ ചില മുസ്ലിം സംഘടനകളെയും ചില ഹൈന്ദവ സംഘടനകളെയും ചില രാഷ്ട്രീയ സംഘടന കേൾക്കുമ്പോൾ ആളുകളെല്ലാവരും പേടിക്കുന്നത് എന്തുകൊണ്ടാ മക്കളെ? നിങ്ങൾക്ക് എന്തോ തരാറില്ലോണ്ടാ? നേരെ മറിച്ച് വേറെ ചിലതേക്കും ആരും പേടിക്കില്ലല്ലോ. അത് നിങ്ങളെ കയ്യിലിരിപ്പുണ്ടാ, നിങ്ങളെ കയ്യിലിരിപ്പ് പച്ച പോലെ വെളിച്ചമാണ്, അതാണ് മാറ്റി നിങ്ങൾ നന്നാവും. ചില നാട്ടിൽ നിങ്ങൾ നോക്ക്, ചില നാട്ടിൽ ചിലർ ഇങ്ങോട്ട് ശക്തി പ്രകടനം, അപ്പൊ അപ്പുറത്ത് വേറൊരുത്തുണ്ടാവും. ഏതുപോലെ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ബോംബെയിൽ ശിവസേന ഉണ്ടാക്കി, ഛോട്ടാ ഷക്കീലിന്റെയും ദാവൂദ് ഇബ്രാഹിമിന്റെയും നേതൃത്വത്തിൽ പുതിയൊരു സംഘടന അവിടെ ഉണ്ടാക്കി. അന്ന് ശിവസേന ഉണ്ടാക്കിയപ്പോ ആദം സേന, ആര്? ഛോട്ടാ ഷക്കീലു, പിന്നെ അണ്ടർവേൾഡ് നായക, ഇസ്ലാം വിലക്ക് ഏറ്റവും വലിയ വൃത്തികെട്ടോ, എന്നിട്ട് അതിൽ കുറെ മുസ്ലിമിങ്ങളെ തൊപ്പിട്ടോലെ കൂട്ടി. ഇത് മത. കാസർഗോഡ് ചെന്നപ്പോ ബജ്റന്തള്ളിന് പകരം ഒരു ദള്ള്, ബദ്രീൻ ദള്ള്. എന്നിട്ട് ടൈറ്റ് ജീൻസ് ഒക്കെ ഇട്ട്, ടീഷർട്ട് ഒക്കെ ഇട്ട്, നെറ്റിമേൽ പച്ചക്കെട്ടൊക്കെ ഇട്ട് ബദ്രീൻ ദള്ളിന്റെ കുട്ടികള് ടൂ വീലർ മേലെ അത് ബദ്രീൻ ദള്ളാണ്. അത്ര എന്തുണ്ടാക്കിയാലും അതിന് ബദല്. ആരെങ്ങനെ ഈ വിവരക്കേട് പഠിപ്പിച്ച്? സത്യത്തിൽ ഏത് തിന്മയും നന്മ കൊണ്ടാ പ്രതിരോധിക്കേണ്ടത്. ആളുകൾ കൊരച്ചു ചാടിയും ഇന്നലെ ഞാൻ നടന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ നിന്നെ വിളിക്കുകയാണ്, നിങ്ങളെ പ്രസംഗം ഇവിടെ പ്രതിഷേധം ഉണ്ടാക്കിയിട്ട് കാരണം. ഞാൻ പറഞ്ഞു, എന്നാ ചിന്തിക്കാൻ കഴിവില്ലാത്ത നാട്ടുകാരായിരിക്കില്ലേ നിങ്ങളെ നാട്ടുകാർ? അത് മുമ്പേ പ്രകോപനം ഉണ്ടാക്കി. ഞാൻ ചോദിച്ചു, ഞാൻ അവിടെ വന്നിട്ട് എന്താ നിങ്ങളോട് പറഞ്ഞേ? നമ്മളൊക്കെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ്, തല്ലരുത്, ആദർശമൊക്കെ സൂക്ഷിച്ചോളി, എന്നാലും മറ്റുള്ളവരെ കുതിര കയറരുത്. നമ്മള് ഒരു ദൈവത്തിന്റെ അടിമകളാണ്. കുറെ കാലമായിട്ട് നമ്മൾ പലതിന്റെ പേരിലും തല്ലിയിട്ടുണ്ട്, അത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞതാണോ അവിടെ പ്രശ്നമായത്? അപ്പൊ തല്ലുകൂടണം, കുത്തണം, പിച്ചാത്തി എടുക്കണം, വെട്ടിക്കുത്തണം എന്നാണോ നിങ്ങളെ നാട്ടുകാരെ ആഗ്രഹം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പിന്നെ മിണ്ടണില്ല. അങ്ങനെ ഞാൻ അയാൾക്ക് ന്യായം പറഞ്ഞു കൊടുത്തപ്പോൾ അവസാനം അയാൾ നല്ല പറഞ്ഞാണ്ട് വെച്ചു. എന്താ ഇവിടുത്തെ പ്രശ്നം എന്നറിയൂ? വൈകാരികതയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. ചിന്തിക്കാൻ നമ്മളാരും തയ്യാറില്ല. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ തീവ്രവാദികളാ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തീവ്രവാദികളാ? ആണോ? അല്ല. ഞാൻ തയ്യിൽ പോയി. തയ്യിൽ എന്ന് പറഞ്ഞാൽ കണ്ണൂർ തയ്യിൽ എന്ന് പറഞ്ഞാൽ തടിയൻ്റെ അവിടെ നസീറിന്റെ വീടിന്റെ പരിസരം. അവിടെ നോക്കുമ്പോൾ അവരാരും അറിയുന്നില്ല. ചെറുപ്പത്തിലെ തന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി, എവിടെയൊക്കെയോ എന്തൊക്കെയോ പഠിച്ച്, പിന്നെ അവര് ത്വരീക്കത്തിന്റെ ആളുകളാ പറഞ്ഞു. പിന്നെ കണ്ണൂർ ആ അറക്കൽ മ്യൂസിയത്തിന്റെ അടുത്ത് വന്നിട്ട് അവര് 4 പെയിന്റർമാരുണ്ട്, ഓർക്കൊരു താമസ സൗകര്യം പറഞ്ഞപ്പോൾ ആ ആള് കൊടുത്തു. അവിടെ പെയിന്റിങ്ങിന്റെ പാത്രം കൊണ്ടുവെക്കൂ. പക്ഷെ അവിടെ വെച്ചായിരുന്നു തീവ്രവാദത്തിന്റെ ക്ലാസ്, റിക്രൂട്ട്മെന്റും. ഇത് ഈ സാധു അറിഞ്ഞില്ല. കണ്ണൂർ ജില്ലയിലെ ഭൂരിപക്ഷ ആളുകൾ അതിനെ എതിർത്തു എന്ന് കരുതി തയ്യിൽ നിന്ന് കേൾക്കുമ്പോൾ സിറ്റിയിൽ നിന്ന് കേൾക്കുമ്പോൾ അത് ഭീകരവാദത്തിന്റെ കേന്ദ്രം നമ്മൾ വിധി ചെയ്തണ്ട. ഏതൊരു നാട്ടിലും കുരുത്തം കെട്ടോലുണ്ടാവും, എല്ലാ ജാതി മത സമൂഹങ്ങളിലും ഉണ്ടാവും. അവരെ നമ്മൾ ന്യായീകരിക്കണ്ട, അവരെ എതിർക്കുക, അവരുടെ കൂട്ടായ്മ. അവരെ ഒറ്റപ്പെടുത്തിയാൽ, ഒരു ന്യൂനപക്ഷമാണ് എല്ലാ സമൂഹത്തിലും ഇതുള്ളത്, അവരെ ഒറ്റപ്പെടുത്തിയാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും കൂടെ ഇവിടെ ആവശ്യം എന്താ അറിയോ? ഇവിടെ ശരിക്കും ഇതുപോലത്തെ സമ്മേളനങ്ങൾ രാഷ്ട്രീയക്കാർ സംഘടിപ്പിക്കുക, മതക്കാർ സംഘടിപ്പിക്കുക. എന്നിട്ട് തുറന്ന ഹൃദയത്തോടെ കോൺഗ്രസ് പറയാ, ഞങ്ങൾക്ക് ഇന്നെന്ന് തെറ്റുപറ്റി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഞങ്ങൾക്ക് ഇന്നെന്ന് തെറ്റുപറ്റി. മാറാട് കലാപത്തിൽ ചെറിയ തോതിൽ ഞങ്ങൾ പങ്കെടുത്തില്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ തെറ്റിൽ പങ്കെടുത്തവരൊക്കെ അത് തുറന്ന് പശ്ചാത്തപിച്ച്. ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവനല്ല വിശ്വാസി, ഒരു തെറ്റാന്ന് മനസ്സിലാക്കി തിരുത്തുന്നവനാണ്. 3-ാം അധ്യായം 135-ാമത്തെ വചനം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മതം മനുഷ്യന്റെ സൗഹാർദ്ദത്തിനാണ്. ഇനി നോക്കേ, എനിക്ക് യഥാർത്ഥ ഇസ്ലാമായി കൊണ്ട് തന്നെ ഹൈന്ദവനെയും ക്രൈസ്തവരെയും സ്നേഹിക്കാൻ കഴിയാം. അവന്റെ വിശ്വാസത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാവും, അവന്റെ കർമ്മങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ടാവും, തിരിച്ചുണ്ടാവും. അതൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ
ഹൈന്ദവനെ ആദരിക്കാൻ, ക്രൈസ്തവനെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ, മനുഷ്യരെ നിങ്ങൾക്ക് സ്നേഹം പങ്കുവെക്കാൻ, അവരെ ക്ഷണിച്ചാൽ പോകാൻ, ഒന്നിച്ചിരിക്കാൻ ഒന്നും മടി കാണിക്കാത്ത ഒരു സാമൂഹിക ഘടന ഉണ്ടാവുക. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ജനങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഒന്നിച്ചു നിന്ന മനുഷ്യ സമുദായം ഭിന്നിച്ചു, അവർ വ്യത്യസ്ത കക്ഷികളായി. അങ്ങനെ നമ്മൾ അകന്നുപോയി. നമ്മൾ ഒരേ സൂര്യൻ്റെ, ഒരേ ചന്ദ്രൻ്റെ, ഒരേ ഭൂമിയിലെ, ഒരേ ആകാശത്തിലെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ, ആ എല്ലാവരും അങ്ങനെ ജീവിക്കുന്ന നമ്മളെല്ലാം ഒന്നായിരുന്നു എന്ന തിരിച്ചറിവിലേക്ക് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച കാതലായ വശവിത, വർഗീയതയില്ലാത്ത, തീവ്രവാദമില്ലാത്ത, ദുഷിച്ച പ്രവണതകളില്ലാത്ത, ഏത് തെറ്റിനെയും തെറ്റായി പഠിപ്പിച്ച ഈ മതത്തെ സർവ്വവിധ പഠനത്തിനും മനനത്തിനും വേണ്ടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം സാഗൂതം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ചിന്മകളിൽ നിന്നും പ്രപഞ്ചനാഥൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും, ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും പരമകാരുണികനായ പടച്ചതമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും പരസ്പരം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനും സൗഹൃദത്തിന്റെ നല്ലൊരു ഭൂമിക സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിനൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.